പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടിവിയുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളെയൊക്കെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പല വിധത്തിലുള്ള ചിന്തകളാലും ഭാരങ്ങളാലും ഒക്കെ ആയിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേലിടുക. കർത്താവ് നമ്മെ പുലർത്താൻ ശക്തനായ ദൈവമാണ്. ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് നമ്മോട് കൂടെ ആയിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ദാസിയെ എങ്ങനെ കർത്താവ് നടത്തുന്ന വിധങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ആയിരുന്നാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും വലിയ വിടുതലുകൾ നിങ്ങൾക്ക് നൽകി തരുവാനിടയായിത്തീരും. നിങ്ങളുടെ ആത്മീക വർധനവിന് അതൊക്കെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു, ദൈവകൃപയാ സന്തോഷമായിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഹെലൻ അല്ലയോ? അതെ അതെ. ഓക്കെ, നല്ലൊരു പേരാണ്. ഓക്കെ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കേരളത്തിന്റെ പ്രദേശത്തായിരിക്കുന്നു. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും വിടുതലുമായി സാക്ഷ്യം മാറുവാൻ പരിശുദ്ധ കർത്താവോടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് വീക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇതിൻ്റെ ദാസ്യതയും ബലപ്പെടുത്തിയാട്ട് നെറ്റ്വർക്ക് സിസ്റ്റത്തെ എല്ലാം കർത്താവ് ഹല്ലേലൂയ അനുഗ്രഹിച്ചാട്ട് നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേ. ഓക്കെ. ഹെലനെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞാട്ട്, ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുക. അതോടൊപ്പം തന്നെ ജോയ്സ് ടിവിയിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തീയ നാമത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രിയ ദേവദാസൻ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ബ്രദർമാർക്കും എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഇത്തരത്തിലൊരു അവസരം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, എങ്കിലും ദൈവത്തിന്റെ കൃപയാല് അപ്പൻ അവിടുന്ന് വലിയൊരു സാഹചര്യമാക്കി തന്നല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഹെലൻ രാജൻ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ബിബിൻ മാത്യു. അദ്ദേഹം പാസ്റ്ററാണ്. ഞങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട മകളുണ്ട്, ബ്യൂല മേരി മാത്യു എന്നാണ് കുഞ്ഞിന്റെ പേര്. ഞങ്ങള് ഇപ്പോൾ കേരളത്തിലായിരിക്കുന്നു. എന്നാൽ നോർത്തിലൊക്കെ ബീഹാറിലൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരു ചർച്ച കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഹെലനെ, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു. ഇനിയുള്ള സമയം ഞാൻ ഹെലന് നൽകി തരികയാണ്. ഹെലന് തൻ്റെ ടെസ്റ്റ് മണി പറയാവുന്നതാണ്. ഓക്കെ. താങ്ക് യു. സ്തോത്രം. ഞാന് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ഈ ഒരു ദൈവദാസിയാകണം എന്നുള്ള ഒരു നിലയിലല്ലായിരുന്നു എൻ്റെ ജീവിതമൊന്നും. കർത്താവ് എന്നെ ചൂസ് ചെയ്തെടുത്തതാണ്. നമ്മൾ പലപ്പോഴും അറിയും, നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ദൈവം നമ്മളെ അറിഞ്ഞു, നമ്മളെ സെലക്ട് ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കർത്താവ് നമ്മളെ കണ്ടു. അവന്റെ വിളിക്കായി വേർതിരിച്ചെടുത്ത ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് ഹെലൻ എന്നാണ്. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ശൂർനാട് എന്ന ദേശത്താണ് ഞാൻ ജനിച്ചത്, വളർന്നതൊക്കെ. ജനിച്ചതെന്ന് പറയാൻ, വളർന്നത് പല പല ദേശത്ത് മാറിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരാം. എനിക്ക് മാതാവും പിതാവും ഒരു സഹോദരനുമായിരുന്നു. എന്നാൽ പിതാവ് ഈ 2 മാസം മുൻപ് സെപ്റ്റംബർ മാസം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഇപ്പോൾ മാതാവ് എന്നോടൊപ്പം ആയിരിക്കുന്നുണ്ട്. സഹോദരൻ, അവന് 24 വയസ്സുണ്ട്. അവന് പേര് അലൻ രാജ് എന്നാണ്. അവന് എറണാകുളത്തിന്റെ പ്രദേശത്ത് അവൻ ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ, ഞങ്ങള് ശൂർനാട് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ദേശവും, അതുപോലെ അതിന്റെ അടുത്തായിട്ട് തന്നെ ആനേടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പപ്പയുടെ ദേശവും വരുന്നത്. തുടക്കത്തിൽ പറയാമെങ്കിൽ, എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അവർ 6 മക്കളാണ്. 6 മക്കളിൽ ഏറ്റവും ഇളയതാണ് എൻ്റെ മാതാവ്.
അവര് ആ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജീവിച്ച സാമുദായ പശ്ചാത്തലത്തിൽ ജീവിച്ചു വളർന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പപ്പയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. പപ്പ എന്ന് പറയുന്നത് പപ്പ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അവര് സ്നേഹവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹത്തോടെ അമ്മയുടെ കുടുംബമായിട്ടുള്ള ബന്ധം വിടുവാനിടയായി തീർന്നു. കാരണം ഹിന്ദു കുടുംബത്തിലേക്ക് പോകാൻ അവർക്ക് ഒരു ഒട്ടും താല്പര്യമില്ലായിരുന്നു. പപ്പയുടെ പേരൻസിനും സഹോദരങ്ങൾക്കും ഒക്കെ ഭയങ്കര ഒരു വിഷമമായിട്ട് മാറി. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ നിന്ന് വേർപെട്ട് അമ്മ ഒറ്റയ്ക്കായി പപ്പയുടെ വീട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. പറയട്ടെ ദൈവമക്കളെ, അവിടെ ഹിന്ദു കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അവര് വലിയ തറവാടും കാവും കളരിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് അമ്മ ചെന്ന് കയറുന്നത്. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ചെന്ന് ജീവിതം തുടങ്ങി. പക്ഷെ കുറച്ചു നാള് ഭവനത്തിൽ നിൽക്കാൻ സാധിച്ചുള്ളൂ. അതിന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ, അവിടെ അടുത്ത് തന്നെ മാറി താമസിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ചു കഴിഞ്ഞ് പപ്പയും മമ്മിയും കുഴപ്പമില്ല, രണ്ടുപേരും സ്നേഹത്തോടെ പോകുന്നു. എങ്കിലും ആ ഒരു മൊവാബിയ ദേശത്ത് ചെന്നതുപോലെ ഒരു അവസ്ഥയിൽ, കാരണം ചുറ്റുപാടും ജാതികളായിട്ടുള്ള മനുഷ്യരാണ്. എങ്കിലും അമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ പേഴ്സണലി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും ചർച്ചകളിൽ പോകുന്നില്ല. ആ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലായിപ്പോയി ആള്. പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു ദൈവശക്തിയിൽ ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അത്രത്തോളം അന്ധകാര ശക്തിയുള്ളൊരു ദേശമായിരുന്നു അത്. അങ്ങനെ അവിടെ ഞാൻ ജനിച്ചതിന് ശേഷമായിട്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, ജനിച്ച അന്ന് മുതൽ മരണം വളരെ ഒരു ഒരു സ്പിരിറ്റായിട്ട് എൻ്റെ പുറകിൽ പിന്തുടരുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് വെള്ളം ചെറിയൊരു കിണറിന്റെ സൈഡിലേക്ക് ഞാൻ നടന്നു പോവുക. അപ്പോഴായിരിക്കും ആരെങ്കിലും കണ്ട് അമ്മയോട് വിളിച്ചു പറഞ്ഞു, മോളെ ഇതേ കുഞ്ഞ് നടന്നു പോകുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്നെ ഇങ്ങനെ മരണം കൊണ്ടുപോകാനുള്ള ഭയങ്കര ഒരു പ്ലാനെങ്കിൽ ശത്രു വളരെ പ്ലാൻ ഒരുക്കി. പല രീതിയിലും ടെറസില് അവിടെ അടുത്തുള്ള ഒരു വീടിന്റെ സ്റ്റെപ്പ് കയറി ടെറസിന്റെ മണ്ടയിൽ കയറി അതിന്റെ ഷെയ്ഡിൽ കയറി ഇരിക്കുക. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോ തരത്തിലൂടെ മരണം എന്നെ കൊണ്ടുപോകാൻ പലപ്പോഴുമായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ പപ്പയും മമ്മിയും ഞങ്ങൾ അവിടെ ബന്ധുക്കളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കിന് അവിടെ ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസം മാറി. ഒരു വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ്. അവിടെ ഞങ്ങൾ കുറച്ചു നാൾ ജീവിച്ചു. അവിടെയും ഈ പറയുന്നത് പോലെ ഒരു ദിവസം ഞാനൊരു മിഠായി എടുത്ത് വിഴുങ്ങിയിട്ട് എൻ്റെ തൊണ്ടയിൽ കയറിയിരുന്നു. അമ്മ പെട്ടെന്ന് ബഹളം വെച്ച് കരഞ്ഞ്. അപ്പോഴത്തേന് അമ്മയ്ക്ക് ബോധമില്ലാതെ പോയി. കാരണം ഞാൻ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അടുത്തൂടെ പോയൊരു അങ്കിളാണ് വന്നിട്ട് വിരൽ ഇങ്ങനെ ഇട്ട് ആ മിഠായി എടുത്ത് കളഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവിടെ തന്നെ നമ്മുടെ ഒരു ആന്റി ഇങ്ങനെ അരകലിലൊക്കെ നമ്മൾ വെളിയിലിടുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ അരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കളിക്കുകയാണ്. അരകലിന്റെ താഴെ വന്നിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുഴവി ആന്റിയുടെ കയ്യിൽ നിന്ന് തെന്നി നേരെ വന്ന് ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് കളിക്കുന്ന എൻ്റെ തലമുടിയോ പോലും ടച്ച് ചെയ്യാൻ നേരെ വന്ന് താഴെ വീഴുവാൻ ഇടയെത്തുന്നു. അത് ഒരു ഇഞ്ച് വ്യത്യാസം കൊണ്ട് എൻ്റെ ഉച്ചയിൽ വന്ന് വീഴും. ഞാൻ മരിച്ചു. വന്ന് കുഞ്ഞായിരുന്ന സമയത്താണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യത്തിലൂടെ മരണം എന്നെ പിന്തുടർന്നു. അതിനുശേഷമായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് നേരെ സ്വദേശത്ത് ഞങ്ങളുടെ ശൂരാട്ട് തന്നെ തിരിച്ചെത്തി. കാരണം അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് വസ്തു നമുക്ക് തരുവാനിടയായി തീർന്നു. അമ്മ അവിടെ ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് അവരോട് താമസിക്കാനിടയായി തീർന്നു. നമ്മൾ വിചാരിച്ചു ലൈഫൊക്കെ സെറ്റിലായി, കുഴപ്പമില്ല എന്നൊക്കെ ഒരു വിചാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അനിയനുണ്ടായി, അവനുണ്ടായി. ആ സമയത്ത് പെരിയെ പപ്പ മദ്യപിക്കാൻ തുടങ്ങി. അപ്പൊ മദ്യപാനം പതിയെ തുടങ്ങുന്നുണ്ട്. ആള് കുഴപ്പമില്ല, കുടിക്കുന്നു, വീട്ടിൽ വരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചാ കുഴപ്പമില്ല, അദ്ദേഹം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച ആളല്ലേ, അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ പോകെ വളരെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ജീവിതം പോകാൻ തുടങ്ങി. കാരണം അതിന്റെ പിറകിൽ നമുക്ക് ഇപ്പോഴാണ് അതിനെ പറ്റിയൊക്കെ മനസ്സിലാകുന്നത്. മദ്യം മാത്രമല്ല, അതിന്റെ പിറകിൽ വലിയ ശത്രുവിന്റെ ഒരു വലിയ പ്ലാനിങ് ആയിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തകർക്കണം എന്നുള്ളൊരു വലിയ പ്ലാനിങ് ആയിരുന്നു. പപ്പ കുടിച്ചിട്ട് വരുന്നു കഴിഞ്ഞിട്ട് പിന്നെ സംശയമാണ്, അമ്മയെ സംശയം, ഉപദ്രവിക്കുക, അങ്ങനെ പെതിയെ രംഗം വഷളാകാൻ തുടങ്ങി. ഞാനും എൻ്റെ അനിയനും കരഞ്ഞുറങ്ങിയ രാത്രികളുണ്ട്. അനിയനെ കൂടെ കെട്ടിപ്പിടിച്ച് ദൂരത്തേക്ക് ഓടി, ഇരുട്ടിന്റെ മറവിലേക്ക് ഓടി, കുറ്റിക്കാടുകളൊക്കെ ഒളിച്ചിരുന്ന് പാത്തിരുന്ന് പേടിച്ചിരുന്ന സമയങ്ങളുണ്ട്. പപ്പായെ പേടിച്ചിരിക്കുന്ന സമയങ്ങൾ. ആ സമയത്തൊക്കെയും
അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശുവിനെ ഒരിക്കലും അമ്മ കൈവിട്ടില്ല. ആ സമയം അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. കാരണം ആ ഒരു സാഹചര്യത്തിൽ ഞെരുങ്ങി പോകുന്നുണ്ടെങ്കിൽ യേശുവേ യേശുവേ എന്നുള്ളൊരു വിളി അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിലേ മുതലേ യേശുവിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞൊക്കെ തരാറുണ്ട്. എന്നാലും സാഹചര്യത്തിൽ ഞങ്ങൾ അമ്പലങ്ങളിൽ പോകും, അവിടുത്തെ ഫെസ്റ്റിവൽ കാണാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. എങ്കിലും ആ ഒരു ഉള്ളിന്റെ ഉള്ളിലെ ഒരു പ്രാർത്ഥന അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ ആ പപ്പയുടെ ആ ഒരു സ്വഭാവം ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഒത്തിരി കഷ്ടതയിലൂടെ പോകാൻ ഇടയായിത്തീർന്നു. കാരണം പപ്പ ജോലി ചെയ്യുന്ന പൈസ മൊത്തവും അങ്ങനെ മദ്യപിച്ച് കളയുക. അന്നേരം ഞങ്ങൾ ഒത്തിരി പട്ടിണി അനുഭവിച്ച അവസ്ഥകള്. കാരണം ഫുഡില്ലാതെ സ്കൂളുകളിൽ പോകുമ്പോഴത്തേക്കിന് അവിടെ കുഞ്ഞുനാൾ മുതൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവിടെ കഞ്ഞിയും പയറും ഒക്കെ കിട്ടും. എങ്കിലും കുറച്ചുകൂടെ വലുതാകുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ആ ഒരു കഞ്ഞിയും പയറിന്റെ ഒക്കെ ആ ഒരു ഇത് മാറി അത് കൊച്ചു പിള്ളേർക്കുള്ളതാക്കി. ഞങ്ങൾക്ക് ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഫുഡ് കൊണ്ടുപോകാനില്ലാതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കൂട്ടുകാരൊക്കെ ഞങ്ങളെ വന്ന് സഹായിച്ചു, എനിക്ക് ഫുഡൊക്കെ തരികയും അങ്ങനെ ഒരുപാട് കൂട്ടുകാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങളില്ലാതെ ഒത്തിരി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. എന്നാൽ നമ്മുടെ ഈ കൈ നോക്കുന്ന ആൾക്കാരൊക്കെ അന്ന് പണ്ട് ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ വന്നു പോകും. അവര് വന്നിട്ട് അവർ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സ് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. ഒരു മോളില്ല, ഇത് നല്ലതാ പെൺകൊച്ചുങ്ങൾക്കുള്ള ഉടുപ്പുകളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകളിലൂടെ ഞങ്ങൾ പോകാനിടയിൽ തീർന്നു. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. എന്നാല് ദൈവം ആ സമയത്ത് ഞങ്ങളെ കണ്ടു, ഞങ്ങളെ തെരഞ്ഞെടുത്തു, ഞങ്ങൾക്ക് വേണ്ടി എഴുതി നിർണയിച്ച ഓരോ കാര്യങ്ങൾ വെക്കുകയായിരുന്നു എന്ന് നമുക്കെന്ന് അറിയത്തില്ല. കാരണം ആ ഒരു തീച്ചുകളുടെ നടുവിൽ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ അറിയത്തില്ല ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അനേകം നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ നശിച്ചു പോകുവാൻ ഇടയായില്ല. സ്തോത്രം. അവിടെയും കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടിയിരുന്നു. ആമേൻ. അപ്പൊ പപ്പ ഇങ്ങനെ രാത്രി കാലങ്ങളിൽ, അന്ന് നമ്മൾ കൊച്ചു കുടില്ല ഞങ്ങൾ താമസിക്കുന്ന, ഓല കെട്ടിയ വീട്, സൈഡിലും ഓല മുകളിലും ഓല, അങ്ങനത്തെ ചെറിയ കുടില്ല. അപ്പൊ അവിടെ മണ്ണെണ്ണ വിളക്ക് വെട്ടത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ സന്ധ്യയാകുമ്പോ പപ്പ വരുന്ന സമയത്തും വെപ്രാളോ പേടിയോ. കാരണം കുഞ്ഞു പിള്ളേർ ആ സമയത്ത് പപ്പ വരുന്നതെന്ന് പറഞ്ഞ് ഓടി നോക്കിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പേടിച്ചായിരിക്കുന്നത്. സന്തോഷമുണ്ട് പപ്പ വരുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സിറ്റുവേഷൻ മാറുമല്ലോ എന്നുള്ളൊരു ഓർത്തിട്ടൊരു ടെൻഷനും രീതിയിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരൊക്കെ ആ ഒരു മദ്യപാനത്തില് പ്രയാസത്തോടെ പ്രതികൂലത്തോടെ ഇരിക്കുന്നുണ്ടോ, നിങ്ങളുടെ അവസ്ഥകൾക്ക് കർത്താവ് വലിയൊരു മാറ്റം കർത്താവ് തന്നിരിക്കും. അത് ദൈവത്തെ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് അതിൽ വലിയ മാറ്റങ്ങൾ ഒരു സമയത്ത് കർത്താവ് ആ കണ്ണുനീരിനെല്ലാം തുടയ്ക്കുന്ന ഒരു സമയം ഉണ്ടാകും. ആമേൻ. അതെന്റെ അനുഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയൊക്കെ ഭീതിയോടെ ഇരിക്കണം. കാരണം ആ ടീനേജ് കുഞ്ഞു പ്രായങ്ങളൊക്കെ ഒത്തിരി ആന്തരിക മുറിവുകളിലൂടെ ഞങ്ങൾ കടന്നു പോകാൻ ഇടയായി. ഇപ്പോൾ ഓർക്കുമ്പോൾ ദൈവാത്മാവ്, ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ കടന്നു പോയപ്പോൾ അവിടെ ഇതുപോലെ അനുഭവിക്കുന്ന കുറെ കുഞ്ഞുങ്ങളെ കാണാനിടയായി. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, നമ്മുടെ അനുഭവത്തിലൂടെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ അവരുടെ ഹൃദയങ്ങളോട് ഇടപെടാറുണ്ട്. കെട്ടിപ്പിടിച്ച് ഞങ്ങളെ കരയാറുണ്ട്. കെട്ടിപ്പിടിച്ച് കരയുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു എന്നാ പറയാ, ആ ഒരു സുശേഷ വേല ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കർത്താവ് തന്നതായിരുന്നു പണ്ട് മുതലേ. അത് ഓർക്കുമ്പോൾ ദൈവത്തെ കൊടാനും കൂടി നന്ദി പറയാ. ആമേൻ, സ്തോത്രം. അവിടെ ഒരുപാട് ആന്തരിക മുറിവുകളുള്ള കുഞ്ഞുങ്ങളെ കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ വേദന അതുപോലെ ഒപ്പിയെടുക്കുവാൻ കർത്താവ് നമ്മളെ തീച്ചുളകളിലൂടെ കടത്തിവിടുന്നതാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ പോയി അങ്ങനെ ഒരുപാട് കാലങ്ങള് ഞങ്ങളുടെ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാം. സ്കൂളിൽ പോകുന്നുണ്ട്, ചില സമയങ്ങളിൽ ക്ലാസ്സിലേക്ക് ഇരുന്ന് ഉറങ്ങും. കാരണം രാത്രിയിൽ ഉറക്കമില്ല. പപ്പ തൂങ്ങാൻ കയറാന്ന് പറഞ്ഞ മരത്തിലൊക്കെ ചാടി കയറും ആള്. അവിടെ ചെന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കും. അപ്പൊ അപ്പോഴുണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഭീതി എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. കാരണം ആ കുഞ്ഞു പ്രായത്തില് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ് എൻ്റെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ വന്ന് അമ്മയോട് പറഞ്ഞു, ഞാൻ കുറച്ച് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും അങ്ങനെയൊക്കെ ഓരോ അവിടെ നമ്മുടെ ഈ ഓണം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അവിടെ ക്ലബ്ബുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ പോകും. ആ പോകുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ അമ്മയോട് പറഞ്ഞു, അവള് ഡാൻസ് കളിക്കുമല്ലോ, നമുക്ക് അവളെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ സമ്മതമാണോ ചോദിച്ചു. അമ്മ പറഞ്ഞാൽ ശരി, ഓക്കെ, നമുക്ക് കൊണ്ടുപോകാം. കാരണം എന്തെങ്കിലും പൈസ കിട്ടുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അരിയോ പച്ചക്കറി എന്തെങ്കിലും വാങ്ങാലോ എന്നുള്ള ചിന്ത കൊണ്ട് അമ്മ സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ ഇവിടെ ഈ തിരുവല്ല, ഞാനിപ്പോ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ എൻ്റെ ഹസ്ബൻഡിന്റെ വീടാണ്. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് തിരുവല്ലയിലാണ്. ഈ തിരുവല്ലയില് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു.
ഇവിടെ അനേക അമ്പലങ്ങളിൽ കടന്നു വന്ന് ഡാൻസ് കളിച്ച് ആ ദേവീ ദേവതമാരെ സ്തുതിച്ച് അവരുടെ പേരുകൾ എടുത്ത് സ്തുതിച്ചു, അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ പല നാടകങ്ങൾ, ബാലെ പോലുള്ള പ്രോഗ്രാംസിൽ പങ്കെടുക്കുവാൻ ഇടയായി. എന്നാല് സ്തോത്രം, ആ സെയിം സ്ഥലത്ത് തന്നെ ദൈവനാമത്തെ ഉയർത്തുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും എന്നെ സ്വർഗം അവിടുന്ന് ഇടയാക്കി. കാരണം കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പരസ്യോഗത്തിനായി കടന്നു ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഇന്ന് പാട്ട് പാടുമ്പോ ചാച്ചൻ ഹസ്ബൻഡ് എന്നെ കളിയാക്കി. ഭയങ്കര പാട്ടായിരുന്നു, എന്നെ ആഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു പാട്ടിനകത്ത് എന്നൊക്കെ പറയുന്നത് കളിയാക്കി. ഞാൻ പറഞ്ഞ അത് ആഡിങ്സ് അന്നേരം വരുന്നതാ കേട്ടോ. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഛത്തിന്റെ കീഴിൽ, ടെറസിന്റെ കീഴിൽ പള്ളിയിലൊക്കെ നിന്ന് ആരാധിക്കാൻ മനസ്സുള്ളവരാ. പക്ഷെ അതിന്റെ പുറത്തിറങ്ങുമ്പം ലജ്ജിതരായി നിൽക്കാനല്ല, കർത്താവിനെ ഉയർത്തുവാൻ ആ സമയത്ത് നല്ല ഉത്സാഹത്തോടെ ദൈവത്തെ ഉയർത്തുവാൻ. അതിന്റെ ആ ഒരു തീഷ്ണത എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? പണ്ട് മുതലേ ആ തീച്ചുളയുടെ അനുഭവം നമ്മുടെ ഹൃദയത്തിലോട്ട് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ കർത്താൽ ആ സമയം നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് വരുന്നതാ. അങ്ങനെ ഞാൻ പരസ്യോഗം ചെയ്യാൻ നേരം ഞാൻ ആലോചിച്ചു. കാരണം ഇവിടുത്തെ അമ്പലങ്ങളിൽ ഞാൻ പോയി ചോറ് കഴിച്ച് അവിടുത്തെ പ്രോഗ്രാം ചെയ്ത് സ്റ്റേജുകളിൽ നിന്ന് ആ ഡാൻസ് കളിച്ച് എനിക്ക് എന്തുകൊണ്ട് എന്റെ ജീവനുള്ള ദൈവത്തെ ഉയർത്തിക്കൂടാ? ആമേൻ ഹല്ലേലൂയ. എന്റെ ജീവനുള്ള ദൈവത്തെ ഉയർത്തുക. ഈ ദേശത്ത് തന്നെ ഞാൻ ചിന്തിച്ചതല്ല, നനച്ചതല്ല, ഇങ്ങനെ ഒരു വിവാഹം നടക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല. കാരണം ഒരു ദേവദാസനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അതുപോലായിരുന്നു ഞങ്ങളുടെ ലൈഫ്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ ദൈവ മഹത്വത്തിന് വേണ്ടിയായിരുന്നു. ആമേൻ സ്തോത്രം. ഈ ദേശത്ത് വന്ന് ദൈവത്തെ ഉയർത്തുവാൻ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ ഞാൻ പ്രോഗ്രാം ഒക്കെ പല അമ്പലങ്ങളിൽ പോയി ചെയ്തു. രാത്രി കാലങ്ങളിൽ പ്രോഗ്രാം ചെയ്ത് പകല് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം സ്കൂളിൽ പോയിരുന്നു. അങ്ങനെ ഉറക്കം വരും, ഭയങ്കര ക്ഷീണാണ്, യാത്രകളും ബുദ്ധിമുട്ടും എല്ലാം ആയിട്ട് അങ്ങനെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മമ്മിയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ ചേട്ടത്തി അവരെല്ലാവരും അപ്പോഴത്തേക്കിനും ദൈവത്തെ സ്വീകരിച്ചു. അവര് രക്ഷിക്കപ്പെട്ടു, പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഒരു ചേട്ടത്തി വന്നിട്ട് അമ്മയോട് പതിയെ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ വചനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അമ്മയെ സംബന്ധിച്ച് ഒത്തിരി ഇന്നർ മുറിവുകളെല്ലാം ഉണ്ടായതുകൊണ്ട്, ആന്തരിക മുറിവുകൾ ഉണ്ടായത് ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ വരത്തില്ല, കൈയടിക്കാനും പണം ഞാൻ വരത്തില്ല എന്നൊരു വലിയ വാശിയിലായിരുന്നു. എന്നാല് വീണ്ടും കർത്താവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അമ്മയെ വിളിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ജോയ്സ് എന്നാണ് വലിയമ്മച്ചിയുടെ പേര്, ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ തിരികെ വീട്ടിലെത്തി. അങ്ങനെ പെതിയെ അമ്മയുടെ വീട്ടുകാരൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി, മിണ്ടി തുടങ്ങി. ഒരു പ്രയർ നമ്മുടെ വീട്ടിൽ വെക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു പ്രയർ വെച്ചു. ഒരു 3 ദിവസത്തെ പ്രയർ വെച്ചപ്പോഴത്തേക്കിന് അതിൽ ആ പ്രാർത്ഥന തുടങ്ങി. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേന് പപ്പയിൽ നിന്ന് ആ ഒരു ഭൂതം ഇളകാൻ തുടങ്ങി. ആ ഒരു അമ്പലങ്ങളിലെയും ഭയങ്കരമായ അധികാരം പറഞ്ഞു നിൽക്കുന്ന അനേക ശക്തികൾ വെളിപ്പെട്ടു വരാൻ തുടങ്ങി. നമ്മൾ അപ്പോഴാണ് അറിയുന്നത് ഇത് മദ്യപാനം മാത്രമല്ല, അതിന്റെ പിറകില് പല കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളില് കുറച്ച് കൈവശമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ഭയന്നിങ്ങനെ ഇരിക്കുക. കാരണം അത്രത്തോളം രൂപങ്ങൾ കാണിക്കുന്ന ആളിച്ച് നല്ല വണ്ണവും നീളമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ആ പ്രാർത്ഥനയുടെ ഇടയിൽ അങ്ങോട്ട് കാണിക്കുന്ന കണ്ടി നമ്മൾ ഒത്തിരി ഭയന്നു പോയി. അങ്ങനെ 3 ദിവസത്തെ പ്രാർത്ഥനയിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്തല്ലാതെ ഇത് വിട്ടുപോകാതെ വന്നപ്പോഴത്തേന് ഇവർ ബന്ധുക്കൾക്കൊക്കെ എല്ലാം ഒന്നുകൂടെ ചെറിയ മുറിവുറുപ്പായി. കാരണം നമ്മുടെ എന്തൊക്കെ കുറവുകൾ കൊണ്ടാ, അല്ലെങ്കിൽ അവൾക്ക് ഇത് വരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംസാരങ്ങൾ കൊണ്ട് അവർ പിന്നെയും മാറിപ്പോകാനിടെ വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്കായി. ദൈവമക്കളെ പറയട്ടെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കും കർത്താവെ അവിടെ വെച്ച് തീർന്നു, അവിടെ വെച്ച് ഓക്കെ ആയി എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ വീണ്ടും വറചറ്റിൽ നിന്ന് എരുതിയിലേക്കെന്ന് പറയുന്ന പോലെ വീണ്ടും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയായിരുന്നു. അത് ഭയങ്കരമായ ഒരു തീയുടെ അനുഭവത്തിലേക്ക് വീണ്ടും കടക്കുകയായിരുന്നു. നമ്മൾ ചിന്തിക്കും കർത്താവ് എന്താ അവർ ഇട്ടേച്ച് അങ്ങനെ പോയത്, അല്ലെങ്കിൽ നമുക്ക് എന്താ അങ്ങനെ സാഹചര്യം, നമ്മളെന്താ ഒറ്റപ്പെട്ടത്, അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ എല്ലാവരും ഡോക്ടേഴ്സ് അല്ല, എല്ലാവരും പേഷ്യൻ്റാ അല്ലെ. ഡോക്ടേഴ്സിന് അവരുടേതായ കോഴ്സുകളുണ്ട്. അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കണം, അവർ ഡെഡ് ബോഡിയിൽ അത് പഠിക്കണം, അവർക്ക് ഇത്ര വർഷം അവർ പഠിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളെ കർത്താവ് ഒരു പദ്ധതിയിലേക്ക് കയറ്റി വിടാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ
ചിലത് നമ്മൾ പഠിച്ചെങ്കിലേ പറ്റൂ എന്നുള്ളത് ദൈവം എഴുതി വെച്ചേക്കുന്ന കാര്യം. അപ്പോഴും നമ്മൾ ചിന്തിക്കുക, അത് വേണ്ടായിരുന്നു കർത്താവേ, അങ്ങനെ ചെയ്യരുതായിരുന്നു, എന്നെ സേഫ് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, മക്കളെ നീ ഇഞ്ഞു വാ ഞങ്ങളുടെ കൂടെ നിന്നൊന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ അതല്ല ദൈവമക്കളെ, നമ്മൾ ഉറപ്പോടെ ചങ്കറപ്പോടെ നിൽക്കാൻ വേണ്ടി പലതിലൂടെ കർത്താവ് നമ്മളെ കടത്തി വിടുന്നതാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പല സത്യം പറയാമെങ്കിൽ എൻ്റെ പപ്പയുടെ ആ വിഷയം കൊണ്ട് പലരും ഭവനത്തിലോട്ട് വരരുതെന്ന് പോലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാ ഇങ്ങോട്ട് വരല്ലേ എന്ന്. കാരണം സന്ധ്യ മയങ്ങുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ചെന്ന് അഭയം പ്രാപിക്കാന്ന് വിചാരിച്ചപ്പോലും നടക്കാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത്. നമുക്കറിയാം മദ്യപാനിയുടെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കാണും ആ സമയത്തൊക്കെ. അയ്യോ, അത് അങ്ങനെ ആ ഒരു നിഷ്ഠതയോടെയാണ് ആൾക്കാർ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിലും ഞങ്ങളോട് സ്നേഹത്തോടെ ഇടപെടുന്നവരുണ്ട്. അവരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ആ പ്രാർത്ഥനയിൽ എല്ലാവരും വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോ അമ്മ പക്ഷെ അത് പെന്തക്കോസ്റ്റിലൂടെ കയറിയ അനുഭവത്തെ അമ്മ വിട്ടില്ല. അമ്മ വിചാരിച്ചു, ഇതിൽ നിന്ന് ഇനി എന്തോലും മാറുന്നില്ല. ഇതിൽ വന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് നമ്മുടെ വീട്ടിൽ അറിഞ്ഞതുപോലും. അതുവരെ ഇങ്ങനെ പമ്മിയിരുന്ന വിഷയമല്ല, ഇത് വെളിപ്പെട്ട് വന്നില്ലേ, ഇതിന് കർത്താവ് വിടുതൽ തരും. ആളതിൽ കയറി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക്, AG ചർച്ചിലേക്ക് പോകാൻ തുടങ്ങി. AG ചർച്ചിൽ പോകാൻ തുടങ്ങിയിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നാള് ചർച്ചിലൊക്കെ പോയി. അവരുടെ പപ്പയും ഞങ്ങളുടെ കൂടെ വരാൻ തുടങ്ങിയപ്പോഴേ, കാരണം പപ്പയ്ക്കും അത് സംഭവം പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ, ഇന്നടത്തുനിന്ന് വന്നു എന്നൊക്കെയാണ് ഈ പൈശാചിക ബന്ധനം പറഞ്ഞത്. അതുകൊണ്ട് അച്ഛൻ ഇനി കുടിക്കൊന്നും ചെയ്യരുത്, ഞങ്ങളുടെ കൂടെ ചർച്ചിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തെ ആള് കുറച്ചൊക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ വന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്, ശരീരത്തെ ദണ്ണിപ്പിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ ചർച്ചിൽ പോയി തുടങ്ങി. ഞാനും അമ്മയും സ്നാനപ്പെട്ടു. അങ്ങനെയെല്ലാം പോയിക്കൊണ്ട സമയത്ത് പക്ഷെ പിന്നെയും മദ്യപിക്കാൻ തുടങ്ങി. മദ്യപാനം ശരിക്കും അദ്ദേഹം മദ്യപിക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ ചർച്ചിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ തിങ്കൾ മുതൽ ശനി വരെ വീട്ടിൽ അസമാധാനം. ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയിരിക്കും, തിരിച്ച് വീട്ടിൽ വരും. പിന്നെയും തിങ്കൾ മുതൽ ശനി വരെ അങ്ങനെ ഒരു രീതിയിലേക്ക് പിന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ കുഞ്ഞിലെ മുതൽ എന്നെ മരണം ഫോളോ ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ ആ സമയത്ത് ഒരു 10, 11 ആ ക്ലാസ്സിലേക്കായി, ഞാനൊരു പ്രായപൂർത്തിയായി വരുന്നതനുസരിച്ച് എനിക്ക് വാശിയും ദേഷ്യവും എല്ലാം കൂടി വന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അന്ന് എന്നെ മരണം ഫോളോ ചെയ്തെങ്കിൽ ഇപ്പോൾ ഞാൻ ആ മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി തന്നെ ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി എൻ്റെ വെയിൻ കട്ട് ചെയ്യാൻ തുടങ്ങി, തൂങ്ങാൻ ഭാവിച്ചു. കാരണം ഇവരുടെ ഒരു വഴക്ക് കൊണ്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ ആ ഒരു അവസ്ഥയിൽ. കാരണം വളർന്നു വരുന്തോറും നമുക്ക് ആദ്യമൊക്കെ കരച്ചിലും വിഷമമായിരുന്നു. പക്ഷെ വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് നാണക്കേടായി, ലജ്ജയായി, നാട്ടുകാരുടെ മുൻപിൽ നാണക്കേട്, അങ്ങനെ ഒരു ചിന്തയായി പോയി. ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്റെ പപ്പ ജോലി ചെയ്യുന്ന അവിടെ ഒരു ഈ പൈപ്പ് ഉണ്ടാക്കുന്ന, പില്ലേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് പോകണ്ട, അവിടുത്തെ കൂട്ടുകെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, അങ്ങോട്ട് പോകണ്ട എന്ന് പറയാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ രാവിലെ ഒരുങ്ങി പപ്പയുടെ കമ്പനിയോട് ചെന്നു. അപ്പൊ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ചെറിയ സംസാരം തുടങ്ങി പപ്പയും മമ്മിയും അവിടെ കിടന്നു വഴക്കായപ്പോ എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ 2 സെക്കൻഡ്, കാരണം തൊട്ടപ്പുറത്ത് 6 ഒഴുകുന്നുണ്ട്, 6 ഇങ്ങനെ ഒഴുകുക. അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ച് നിൽക്കുന്ന പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം മരിക്കാൻ പോവാ, എന്നെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല, കാരണം എനിക്ക് നീന്തൽ അറിയത്തില്ല. ഞാൻ അവിടുന്ന് ഒറ്റ ഓട്ടം ആറിന്റെ അടുത്തേക്ക് ഓടിപ്പോയപ്പോ അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ പിടിക്കാൻ കിട്ടിയില്ല. ഞാൻ ഓടിയപ്പോഴേ പെട്ടെന്ന് അമ്മ അവിടുന്ന് വിളിച്ചു കൊണ്ട്. അപ്പൊ ആറിന്റെ സൈഡിൽ 2 പേർ നിൽപ്പുണ്ട്. അവരോട്, യോ കൊച്ചിനെ അങ്ങോട്ട് വിടല്ലേ എന്ന് അവിടെ നീ വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും അവർ പെട്ടെന്ന് എന്റെ കയ്യിൽ കയറി, അവിടെ നിന്നവർ കയറി പിടിച്ച് ഇപ്പുറത്തോട്ട് വലിച്ചിട്ടു കഴിഞ്ഞ്. അപ്പോഴത്തേനും പപ്പയും മമ്മിയൊക്കെ വന്നു, പോട്ടെ സാരമില്ല, ഇനി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അപ്പൊ നിന്ന മനുഷ്യരെന്ന് പറഞ്ഞ അവര് ഹിന്ദിക്കാരായിരുന്നു, അവര് ബംഗാളികളായിരുന്നു. അവര് അവിടെ വന്ന് താമസിച്ച് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് മലയാളമൊക്കെ അറിയാം, അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുമ്പോൾ കർത്താവ് അവരുടെ ഇടയിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ കർത്താവ് എന്നെ വേർതിരിച്ചു. അന്ന് എന്റെ ജീവനെ രക്ഷിക്കാൻ അവരെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മധ്യസ്ഥ അണയ്ക്കാനും അവരോട് സംസാരിക്കാനും കർത്താവിന് ഇടയാക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ വളരെ കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നുപോയി. പിന്നെ അതൊരു വലിയ ഒരു കാലഘട്ടമായിരുന്നു. കാരണം ചിക്കുമോനെ, എന്റെ ആങ്ങളെ എന്ന് പറഞ്ഞ, ഞങ്ങൾ 6.5 വയസ്സിന് ഇളയതാവന്. അപ്പൊ എനിക്ക് അവനോടൊരു ആശ്വാസം പറയാനോ കണ്ടെത്താനോ പറ്റത്തില്ല. അവൻ കുഞ്ഞാ, അവനോട് സംസാരിക്കാനോ അല്ലെ വീട്ടിലെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്ത്, അല്ലെ പപ്പയും മമ്മി എന്താ ഇങ്ങനെയെന്ന് ഒരു കൂട്ടായി നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അവൻ കുഞ്ഞാണ്, അവന് എന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അങ്ങനൊക്കെ ഒത്തിരി സാഹചര്യത്തിലൂടെ കടന്നുപോയി. അതിനിടയ്ക്ക് ഞങ്ങളൊരു ബന്ധുവീട്ടിൽ ഞാൻ ഓടിപ്പോയി നിന്നു.
അവിടെ ഇവരെ പിണങ്ങിയിട്ട് ഞാൻ അങ്ങ് നേരെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞു ഞാൻ പോവാം, ഞാൻ മിണ്ടിയില്ല, പറയാതെ പോയി. അങ്ങനെ ഇവര് കുറച്ച് അന്വേഷിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയാതെ അവിടെ പോയി നിന്ന്. പിന്നീട് അമ്മ എന്നെ കണ്ടുപിടിച്ചു. അമ്മ എന്നെ കണ്ടുപിടിച്ചിട്ട് കുഴപ്പമില്ല, ഒരാഴ്ച നീ അവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് അമ്മയും തിരിച്ചു പോരുന്നു. അപ്പൊ അവിടെ എന്ന് പറയുന്നത് അവിടുത്തെ ആന്റിയുടെ ആങ്ങള മാനസിക രോഗിയാ. അദ്ദേഹത്തെ ഒരു റൂമിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ടേക്കുക. അപ്പൊ അദ്ദേഹം വെളിയിലൊന്നും ഇറങ്ങാറില്ല, അങ്ങനെ ഇരുട്ട് മുറിയിൽ അങ്ങനെ കിടക്കാം. ഒരു ദിവസം ഞാൻ അവിടെ നിന്നാണ് പിന്നെ ചില ജോലികൾക്ക് ഞാൻ പോകാറുണ്ട്, കമ്പ്യൂട്ടർ സെന്ററുകളിൽ ജോലിക്ക് പോകാറുണ്ട്, അതിന്റെ കൂടെ പഠിക്കാറുണ്ട്. അങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോയത്. അപ്പൊ ആ ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ ഒരു ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാൽ ആന്റി എനിക്ക് എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ആ ദോശയെല്ലാം ഇങ്ങനെ കഴിച്ചിട്ട് നേരെ ജോലിക്ക് പോയി ചെന്നിരുന്ന് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുക, തല ചുറ്റി, ഛർദ്ദിക്കാൻ വരെ. ഞാൻ എന്ത് ദൈവമേ ഇങ്ങനെ സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ടെൻഷനിലിരുന്ന് കുറെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആന്റിയോട് ഇങ്ങനെ പറഞ്ഞു, ആന്റി എനിക്ക് രാവിലെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് ആന്റി പറഞ്ഞത്, അയ്യോ മോളെ അത് വേറൊന്നുമല്ല, അത് ഞാൻ അവന് വേണ്ടി എടുത്തു വെച്ചത് ദോശയിൽ ഞാൻ ഗുളിക പൊടിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു, മാനസിക രോഗത്തിന് കൊടുക്കേണ്ട ഗുളിക, അതാ മോള് കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ മൊത്തം കഴിച്ചിട്ടില്ല, ഒരു പകുതി കഴിച്ച് പെട്ടെന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവിടെ വെച്ചിട്ട് ഓടിപ്പോയതാ. അവിടെയും കർത്താവിനെ രക്ഷിച്ചു എന്ന് പറയാം. ഒരിക്കലും അതൊരു എന്റെ തലയ്ക്ക് ഒരു ക്ഷത കേൾക്കാൻ ഒന്നിനും ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാതെ വണ്ണം കർത്താവ് അവിടെ എന്നെ കാത്തു പരിപാലിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവിടെ ഇടയാക്കി. അങ്ങനെ പിന്നീട് ഞങ്ങള് എൽഷദായ് ജീസസ് ഈസ് അലൈവ് എന്ന് പറഞ്ഞ കൊട്ടാരക്കര ടിനി പാസ്റ്ററിന്റെ ചർച്ചിലെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഒരു ബോർഡ് കണ്ടിട്ട് അപ്പൊ അമ്മ അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് ആ ഒരു ഭ്രാന്തിയെ പോലെ അമ്മയാ പോകുന്നത്. കാരണം ഒരുപാട് ആത്മഹത്യ ടെൻഡൻസിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. അമ്മ ഞങ്ങളെ വിളിച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ അനിയനുമായിട്ട് ഞങ്ങളെ പിടിച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയിട്ടുണ്ട്. കാരണം ട്രെയിൻ വരട്ടെ, ഞങ്ങൾ ഒരുമിച്ച് മരിക്കട്ടെ. അവിടുന്ന് കർത്താവ് പലവിധമായി ഞങ്ങളെ രക്ഷിച്ച് അത്രത്തോളം കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങള് അമ്മ അങ്ങനെ എൽഷദായ് മിനിസ്ട്രി ചെന്നു. അവിടെ ചെന്ന് ചർച്ചിൽ ചെന്ന് പ്രാർത്ഥനയിലൊക്കെ കൂടി തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങള് എന്നാ പിന്നെ ചർച്ചിലേക്ക് പോകാൻ ഞങ്ങൾ ഒരുമിച്ച് ചർച്ചിൽ പോകാൻ തുടങ്ങി. ഒരുമിച്ച് ചർച്ചിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം ഒരു ആന്തരിക മുറിവുള്ളവർക്ക്, ആ ഒരു മുറിവ് കിടക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റത്തില്ല. അതിപ്പോ നമ്മളെ ആര് സ്നേഹിച്ചതോ ആ സ്നേഹം പോലും നമുക്ക് കാണാനുള്ള ആ ഒരു മൈൻഡ് നമുക്ക് സെറ്റ് ആകത്തില്ല. കാരണം നമ്മൾ എപ്പോഴും ഉള്ളിൽ നിന്നും ആ ഒരു മുറിവെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഒരു വലിയ നല്ലൊരു മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതെന്റെ അനുഭവമാണ് മക്കളെ. ആമേൻ, സ്തോത്രം. പക്ഷെ ആ മുറിവ് ഉണക്കാനും അതും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിനെ സാധിക്കത്തുള്ളൂ. അത് ഒരു വലിയ സത്യമാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ കടന്നു പോകുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ എനിക്കതൊന്നും ഒരു ഫീലായിട്ട് വരുന്നില്ല. അവിടെ ചെന്ന് ആരാധിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാർ, ഒരു 3000 പേരോളം ഒരു സൺഡേയിൽ അവിടെ കൂടാറുണ്ട്. അതിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും ഞാൻ പോയിരിക്കുന്നത്. അങ്ങനെ പോയിരിക്കും, തിരിച്ചു പോരും. എന്താ പറയുക, ഒരു നിർജീവ അവസ്ഥയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യം ഒന്നും. അറിയത്തില്ല, എന്നാൽ സ്നാനപ്പെട്ടതാണ്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയം ഇടയ്ക്കുള്ളൊക്കെ ഞാൻ VBSന് പോകാറുണ്ട്. അമ്മേനെ പറഞ്ഞു വിടാറുണ്ട്, VBSന് പറഞ്ഞു വിടും. യൂത്ത് ക്യാമ്പുകളൊക്കെ വരുമ്പോൾ എന്നെ പറഞ്ഞു വിടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോയിരിക്കുമ്പോൾ വചനമൊക്കെ കേൾക്കുന്നുണ്ട്. ചില വചനങ്ങളൊക്കെ എനിക്ക് അറിയാം. പിന്നെ പ്രാർത്ഥിക്കാനൊന്നും വലുതായിട്ട് അറിയത്തില്ല. അങ്ങനെ മാറി നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പോയ സമയത്ത് ബൈബിളൊക്കെ ഉണ്ട്. അമ്മ എനിക്ക് ബൈബിളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പൊ പ്രശ്നങ്ങള് പ്രതികൂലങ്ങളൊക്കെ ഈ ബൈബിളൊക്കെ എടുത്ത് ഞാൻ വെച്ച് നെഞ്ചത്തോട് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, കർത്താവെ രക്ഷിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം പറയുന്നൊരു വചനമുണ്ട്, നിന്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നുള്ള ആ ഒരു വചനം. അപ്പൊ ഞാനിങ്ങനെ യൗവനം എന്ന് പറഞ്ഞ യൂത്ത് എന്ന് പറഞ്ഞാൽ 20 ഇയേഴ്സിലാണ് യൂത്ത് തുടങ്ങുന്നത്. കർത്താവെ ആ യൗവനത്തിലെങ്കിലും ദൈവത്തെ ഒന്ന് സ്വീകരിക്കാൻ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ നിൽക്കാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണേ എന്ന് ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാ നിസ്സാര വാക്കുകളും, നമ്മുടെ നിസ്സാര കാര്യങ്ങൾ പോലും, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് അവിടുന്ന് നോട്ട് ചെയ്ത് വെക്കും. അത് നമ്മൾ അത് പലപ്പോഴും അപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞ് ആ ഒരു കറക്റ്റ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ദൈവമേ അന്ന് ഞാൻ ചിന്തിച്ച കാര്യമാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവിടെ കൊയറിന് വേണ്ടിയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഒരു ഓഡീഷൻ വന്നത്. ഓഡീഷൻ വന്ന സമയത്ത് പറഞ്ഞു പാടാൻ താല്പര്യമുള്ളവർ വന്ന് പാടണം, നമുക്ക് കൊയറിലേക്ക് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും അനങ്ങിയില്ല. ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ നീ പോയി പാട്, ഒന്ന് ജസ്റ്റ് പാടി നോക്ക്. ഞാൻ പറഞ്ഞില്ല അമ്മ, എനിക്ക് ഒരിക്കലും പറ്റത്തില്ല, പാട്ട് പാടാൻ പറ്റത്തില്ല. അത് അത്രയും പേരുടെ മുന്നിൽ അവിടെ നിന്ന് പാടാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഞാനിങ്ങനെ ചിരിച്ചും കളിച്ച പോലെ ഒരു ലോകപരമായി ഞാൻ ജീവിക്കുന്നത് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഞാനിങ്ങനെ വിലക്കി പറഞ്ഞു. എങ്കിലും അമ്മ ഇത് വിട്ടില്ല. അമ്മ വീട്ടിൽ പറയാ, ഇല്ല മക്കളെ നീ പോയി ഒന്ന് ചെയ്ത് നോക്ക്,
നമ്മുടെ കഴിവല്ലല്ലോ, ദൈവം നമ്മളെ സെലക്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു നിർബന്ധത്താൽ ഞാൻ സത്യത്തിൽ പറഞ്ഞ പോയി ചെന്ന് പാടാൻ നിന്നു. അപ്പൊ ജഡ്ജസ് ഉണ്ട്, അവര് വന്ന് നമ്മള് പാടാൻ വേണ്ടി അവര് നോക്കി ഇരിക്കും. നമ്മൾ നാല് വരി പാടണം, ഒരു മീഡിയം ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പാടി കൊടുക്കണം. അങ്ങനെ ജസ്റ്റ് നമ്മൾ പാടി ഞാനിങ്ങ് വീട്ടിൽ പോരുന്നു. ഒരു 3-ാമത്തെ ഞായറാഴ്ച അവിടെ റിസൾട്ട് പറഞ്ഞപ്പോൾ അതിനകത്തെ എന്റെ പേരുണ്ട്, സെലക്ഷൻ ആയിട്ടുള്ള പേര്. സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ വളരെ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം എന്നെക്കാൾ ഒത്തിരി ഒരുപാട് കഴിവുള്ളവരൊക്കെ ആ ചർച്ചിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ അതാണ് ബലഹീനനെ ബലവാനെ ലജ്ജിപ്പിക്കേണ്ടതിന് ബലഹീനനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന പ്രകാരമായിരുന്നു എന്റെ ജീവിതം. സ്തോത്രം. കാരണം കർത്താവിന്റെ പർപ്പസിലേക്ക് കയറ്റിവിടാൻ ദൈവം ഏതെങ്കിലുമൊക്കെ റൂട്ട് ഉപയോഗിക്കും എന്ന് പറയുന്ന പോലെയായിരുന്നു ആ ഒരു പേരിന്റെ സെലക്ഷൻ. ഒരിക്കലും എന്റെ കഴിവനുസരിച്ചല്ല, അതെന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ അനുസരിച്ച് കർത്താവ് അതിൽ എന്നെ ചൂസ് ചെയ്യാൻ ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ കൊയറിൽ കയറിയ സമയത്ത് നമുക്കൊരു മനസ്സിനൊരു മനസ്താപം വരുമല്ലോ, ദൈവമേ അങ്ങനെ ചെയ്തുകൂടാ, അല്ലെ ഇങ്ങനെ പറഞ്ഞുകൂടാ, അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികമായിട്ടൊരു മനസ്സിലോട്ട് കർത്താവ് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൊയറിൽ നിന്ന് പാസ്റ്ററോടൊപ്പം പാട്ട് പാടാനും അനേകരെ വന്ന് അവിടെ സ്റ്റേജിൽ ലീഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊയറിൽ നിൽക്കാനൊക്കെ കർത്താവ് അവിടുന്ന് സഹായിച്ചു, ദൈവം അവിടുന്ന് ഇടയാക്കി. അങ്ങനെ എന്റെ 20-ാമത്തെ വയസ്സിൽ ഞാൻ കറക്റ്റായിട്ട് കർത്താവിനെ സ്വീകരിക്കുവാനും ദൈവത്തിന്റെ അഭിഷേകം എന്താണെന്ന് അറിയുവാനും സ്വർഗം അവിടുന്ന് വലിയവനായ ദൈവം അവിടുന്ന് ഇടയാക്കി. ഞാൻ അതിലേക്ക് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചത്. കാരണം 21-ാം വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ വിവാഹം ഉറപ്പിച്ചു, ചാച്ചനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴുള്ള ടെൻഷനായിരുന്നു, കാരണം എന്റെ വിവാഹം എങ്ങനെ. കാരണം ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വലിയൊരു ഭാരമാണ് മക്കളുടെ, എന്റെ മോളെ ആര് കൊണ്ടുപോകും, ഈ ഭവനത്തിലോട്ട് ആര് വരും എന്നുള്ളൊരു വലിയ ടെൻഷനായിരുന്നു, ആ ഒരു ഭയമായിരുന്നു. അതോടൊപ്പം തന്നെ എന്റെ കയ്യിൽ പലരും ജ്യോതിഷം പോലെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവളുടെ വിവാഹം 30 വയസ്സ് കഴിയാതെ നടക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ മിഥ്യാധാരണകൾ ഈ ചെവിയിൽ കേട്ട് അതൊക്കെ അഡിക്റ്റ് ആയി ഇങ്ങനെ കിടക്കും തോറും ആ ഭയം. അതുകൊണ്ട് പ്രിയ ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് ഒരാളെ നമുക്ക് വേണ്ടി, നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മൾ കേൾക്കുന്ന മിഥ്യാധാരണകളല്ല, നമ്മുടെ അന്ധവിശ്വാസങ്ങളല്ല, അതിലുപരിയായി ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. വിശ്വസിക്കുന്ന ഒരു ഹൃദയവും പ്രാർത്ഥിക്കുന്ന ഒരു അധരവും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് 21-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹം നടക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ, വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ. അതിപ്പോഴും എനിക്ക് അറിയത്തില്ല ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞ പറ്റും. കാരണം എന്റെ ബന്ധുക്കള്, എന്റെ സ്വന്തുക്കള്, എന്റെ നാട്ടുകാര് എല്ലാവരും ചിന്തിച്ചു, ഒന്നെങ്കിൽ ഞാൻ മരിച്ചു പോകും, ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരുദോഷപ്രകാരം ഞാൻ ആയിത്തീരും. അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളെ മറികടന്ന് അങ്ങനെ മറികടന്ന് ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രിയ ദേവദാസനാണ് ഞങ്ങൾ വിവാഹം നടത്തിയത്. അന്ന് എനിക്ക് ഗൗണൊക്കെ ഇട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞുനാളിൽ. അത് സിനിമകളിലൊക്കെ കണ്ടിട്ടാട്ടോ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അതൊക്കെ മാനിച്ചു. അന്ന് ഗൗണൊക്കെ ഇട്ട്, വൈറ്റ് ഗൗണൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും ചന്തോചിതമായിട്ട് കർത്താവ് ചെയ്യുന്നു. ഇന്നയോളം നടത്തി, ഇപ്പോൾ 9 വർഷം ആകുന്നു കർത്താവിന്റെ സന്നിധിയില്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കാനും ദൈവം അവിടുന്ന് ഇടയാക്കി. ഒരിക്കലും ജോലി സംബന്ധമായിട്ട് ഒരു ജോലിക്കാരനെ കിട്ടിയാൽ പോലും ഞാൻ ഇത്രയും സന്തോഷിക്കത്തില്ല. എന്നാല് കർത്താവ് അവിടുന്ന് ദൈവ വേലക്കാരനെ എനിക്ക് വേണ്ടി തന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ ആ ഒരു കാലഘട്ടം എന്റെ ഒരു ഘട്ടമാണ് എന്റെ സാക്ഷ്യത്തിന്റെ. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബീഹാറിലേക്ക് കടന്നു പോകുന്നത്. ബീഹാറിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിന്റെ പുറത്തോട്ട് ഒന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ടെങ്ങും പോകാൻ അറിയത്തില്ല. ഞങ്ങളുടെ ജില്ല വിട്ട്, അങ്ങനെ ഒരു കേരളത്തിൽ ഒരു 2 ജില്ല വിട്ട് പോലും ഞാൻ അപ്പുറത്തോട്ട് പോയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ചാച്ചൻ എന്നോട് പറഞ്ഞത്, ബീഹാറിലേക്ക് നമുക്കൊരു വിളിയുണ്ട്, പോകാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു അതിനെന്താ, തയ്യാറാ, ഓക്കെ നമുക്ക് പോകാം. അങ്ങനെയാണ് ഞങ്ങൾ. കാരണം എന്നോട് ചാച്ചൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് പണ്ട് മുതലേ എനിക്ക് ദൂതുണ്ട്, അമ്മ എന്നെ സമർപ്പിച്ചതാണ്, എനിക്ക് ഫിക്സ് വരുമായിരുന്നു. അപ്പൊ അമ്മ എന്നെ സമർപ്പിച്ചതാ, ദൈവവേല ചെയ്തോളാം. അങ്ങനെ ഞാനിതെല്ലാം ഞാൻ കേട്ട് ഞാനിങ്ങനെ സന്തോഷമായിരിക്കാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചാച്ചാ, എനിക്കത് സമ്മതമാ, നമുക്ക് പോയി വേല ചെയ്യാൻ സമ്മതമാ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ പപ്പ കുടിയെല്ലാം നിർത്തി കേട്ടോ. ആ സമയത്ത് വിവാഹം കഴിഞ്ഞ സമയം, അതിന് 2 വർഷം മുന്നേ കുടിയൊക്കെ നിർത്തിയ ആള് കുറച്ചൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. എങ്കിലും രണ്ടുപേരും ഇടയ്ക്കൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്രയും പണ്ടത്തെ അത്രയും ഒരു വിഷയത്തിലേക്ക് പോയില്ല. ദൈവം സഹായിച്ചു അതിനെല്ലാം ഒരു സമാപ്തി വരുത്തി. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കർത്താവ് കൊണ്ടുവന്നു.
അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നു. ഞങ്ങൾ സന്തോഷമായിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് ചാച്ചൻ പറഞ്ഞു നമുക്കൊന്ന് ബീഹാറിൽ പോവാം. അങ്ങനെ ഒരു ദൈവത്തിന്റെ ആലോചന പ്രകാരം, അതിന് ഫസ്റ്റ് പറഞ്ഞ ആലോചന പ്രകാരമാണ് ഞങ്ങൾ ബീഹാറിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം ചാച്ചൻ അധ്യാപകനായിട്ട് ജോലി ചെയ്യാം. അപ്പൊ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് ഒരു വർഷമായി. രണ്ടാമത്തെ വർഷമായപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം കർത്താവേ, ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന് വിളിയുള്ള ആളാ. അപ്പൊ നമ്മള് വചനങ്ങൾ കേൾക്കുക. ആ സമയത്ത് ഒന്നും കൂടെ നമ്മുടെ ആത്മീയ വർധനം ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലായി വിളി എന്താണ്, തെരഞ്ഞെടുപ്പ് എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടെൻഷനായിരുന്നു. അവച്ചാൻ പോകുന്നതും അല്ലെ പരീക്ഷ പേപ്പർ കൊണ്ടുവരികയും അത് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം. ഞാൻ എനിക്ക് ദൈവമേ, ഒരു ചർച്ചിൽ പോകാനോ ഒരു മെസ്സേജ് എടുക്കാനോ അതിനൊന്നും ഒരു ആൾക്കൊരു താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, കർത്താവ് എന്താ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ആ സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. ആ സമയത്ത് സോറി ഞാനത് പറഞ്ഞില്ല, വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് അടുത്ത പ്രഗ്നൻസി എനിക്ക് ആവുന്നത്. എന്നാൽ കർത്താവ് ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഇതെന്ത് പറ്റി ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ. എന്നാൽ ദൈവം അതിനും വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. 3 വർഷത്തിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കർത്താവ് തന്നു. അപ്പൊ ആ ഒരു പ്രഗ്നൻസിയിൽ ഞാനിങ്ങനെ നിന്ന സമയത്ത് ഞാൻ വിളിച്ചു, ദൈവമേ ഈ നോർത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചാച്ചനെ അവിടെ നിർത്തിയിട്ട് ഞാൻ മാത്രം നാട്ടിൽ പോരണം. അപ്പൊ ഈ പ്രഗ്നൻസി ടൈമിൽ ചാച്ചനില്ലാതെ, കാരണം ആ ഒരു എന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിലെ ഞെരുക്കത്തിലൂടെ വന്നതുകൊണ്ട്, ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ വന്നുകൊണ്ട് വിവാഹം കഴിഞ്ഞപ്പം എല്ലാ ലോകവും ആള് തന്നെ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അന്നേരം അങ്ങനെ നിന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാനിങ്ങ് നാട്ടിൽ പോരണം, എന്നാ ചെയ്യുന്നേ. കുഴപ്പമില്ല, കർത്താവ് അങ്ങനെയാ ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെ നിന്ന സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ പലർക്കും അത് പ്രതികൂലമായിരുന്നു, ഞങ്ങൾക്ക് അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. കാരണം ആ ഒരു ഡെലിവറി വരെ ആൾ എന്റെ കൂടെ നിൽക്കുവാൻ കർത്താവിനോട് ഇടയാക്കി. ആമേൻ, സ്തോത്രം. എന്നാൽ ഒന്നിനും മുട്ടില്ലാതെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കി. അങ്ങനെ ഞങ്ങള് നാട്ടിൽ വന്ന സമയത്ത് എന്റെ കൂടെ ഞാനും എന്റെ പപ്പയും മമ്മിയും ചാച്ചനും എന്റെ ആങ്ങളെയും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നത്. കാരണം ഇവിടെ അമ്മയില്ല, അമ്മ മരിച്ചു പോയത്. അതുകൊണ്ട് നാത്തൂനാണെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല അവിടെ നിന്നോ, അങ്ങനെ പറഞ്ഞാണ് എന്നെ അവിടെ ആക്കിയിരുന്നത്, വീട്ടിലാക്കിയത്. അങ്ങനെ നിന്ന സമയത്ത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. അങ്ങനെ എന്റെ കറക്റ്റ് 9 മന്തായി. ആ ഒരു നവംബർ 28-നാണ് എന്റെ ഡെലിവറി. ആ നവംബർ 7 ആ സമയമായപ്പോ എന്റെ പപ്പ പള്ളിയിൽ പോകുന്നുണ്ട്, ആള് തിരിച്ചു വരുന്നുണ്ട്, ആള് അങ്ങനെയൊക്കെ പോയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളുകൊണ്ട് ആൾ ഒട്ടും മാറിയിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ പുറമെ വിശ്വാസികളായിട്ട് നടക്കുന്നവര്, പക്ഷെ ഹൃദയത്തിലൊരു മാറ്റമില്ലാതെ ഒരു വിശ്വാസം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആൾ പോകുന്നുണ്ട്, വരുന്നുണ്ട്, സ്തോത്രം. അങ്ങനെ ഒരു പാസ്റ്റർ നമ്മുടെ വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അച്ചായ ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല കേട്ടോ, മാനസാന്തരപ്പെടണം, നമുക്ക് പ്രാർത്ഥിക്കണം, നന്നായിട്ട് ദൈവത്തിനായി ജീവിക്കണം. അപ്പൊ അച്ഛാ ഒന്നും മിണ്ടില്ല. പിന്നെ ട്രാക്ടർ പോകുന്ന പോലെ പോവാന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ആളൊന്നും മിണ്ടിയില്ല. അപ്പൊ ഞങ്ങൾ ടെൻഷനായി. കാരണം ഇല്ലാത്ത കാര്യം എന്തെങ്കിലും പറഞ്ഞ ആൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല ചാച്ചൻ അതൊക്കെ നിർത്തി, കുടിയും വലിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, നിർത്തി. അത് മോളെ അത് അച്ചായൻ പറയട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ആളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അങ്ങ് പോയി. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല, അങ്ങനെ അങ്ങ് പോയി. അതിന്റെ ഒരാഴ്ചക്ക് ശേഷമാണ് അച്ഛാന ഒരു സെക്യൂരിറ്റി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അത് രാജിവെച്ചിട്ട് തിരിച്ചാള് വന്നു. വീട്ടിൽ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്തു. അപ്പൊ പകല് മൊത്തം ആൾ ഉറക്കുമായിരുന്നു. പിറ്റേന്ന് രാവിലെ സന്ധ്യയായപ്പോ വീണ്ടും എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ ആൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. 5 മണിയായപ്പം അങ്ങ് വിയർക്കുക ആളെ. അപ്പം ഞാനിങ്ങനെ വയറൊക്കെ വീർത്ത്, ഞാൻ നല്ല വയറൊക്കെ ആയിട്ട് നല്ല പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുന്നു. അപ്പം അമ്മ വന്നിട്ട് പെട്ടെന്ന് വിളിച്ചു, മോളെ ഒന്ന് എഴുന്നേറ്റ്, മോനെ ഒന്ന് എഴുന്നേറ്റ്, അച്ഛൻ ഇതുപോലെ വയ്യാന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേന് ആൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എങ്കിലും ആള് എഴുന്നേറ്റു, പോയി ചെന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി തിരിച്ചു വന്ന് കിടന്നിട്ട് പിന്നെ ആൾക്ക് പറ്റുന്നില്ല. പിന്നെയും ജസ്റ്റ് എഴുന്നേക്കുന്നുണ്ട്, എഴുന്നേറ്റിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ആൾക്ക് സ്ട്രോക്ക് വന്നിട്ട് സ്ട്രോക്ക് വന്ന് ആള് തളരുകയാണ്. ഒരു സൈഡ് ഇങ്ങനെ തളർന്നുകൊണ്ടേയിരിക്കുക, തൊണ്ട ഭാഗത്തൊക്കെ ആയിട്ട് തളർന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് അറ്റാക്ക് ആണെന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ടെൻഷനായിരിക്കും, എന്താ ചെയ്യുന്നത്. അപ്പൊ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയായി. പുഷ്പേരി ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്ന് എടുത്ത് പിന്നെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ബീച്ചൻ എന്റെ കൂടെ ഇങ്ങ് തിരിച്ചു പോരുന്നു. ആങ്ങളെയും അമ്മയും കൂടെ മാത്രമാണ് പപ്പയുടെ കൂടെ നിന്നത്. അങ്ങനെ 2 ആഴ്ചയോളം തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കിടക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ അതിന്റെ അപ്പുറത്തൊരു കടയുണ്ട്. ആ കടയിൽ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു സാധനം വാങ്ങാൻ ചെന്നപ്പോ അവിടുത്തെ ആ ചേച്ചി ചോദിച്ചു, എങ്ങനെയുണ്ട് പപ്പയ്ക്ക്
കാണിക്കേ. അങ്ങനെ അന്നേരം അന്നേരം ചാച്ചൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ, പക്ഷെ ഇപ്പൊ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടേക്കോ, ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് അതുവഴി സിറിഞ്ചിനകത്തൂടെ ഫുഡ് കൊടുക്കുന്നേ. അപ്പൊ പറഞ്ഞു അമ്മാതിരി വലിയല്ലേ വലിക്കുന്നേ ഇങ്ങനെ പറഞ്ഞു. അപ്പം ചാച്ചൻ പറഞ്ഞു ഇല്ല പപ്പ ഇങ്ങനെ വലിക്കാറൊന്നുമില്ല. ആര് പറഞ്ഞു ഇവിടെ വന്നാ വാങ്ങിക്കുന്നേ, ഇവിടെ വന്ന് വാങ്ങിച്ച് അപ്പുറത്ത് മാറിയെന്നാ വലിക്കുന്നേ. അയ്യോ ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തു, നിങ്ങൾ ദൈവമക്കളല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ആ ഒരു ആലോചനയെ അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, കർത്താവെ എന്ത് ആക്യുറേറ്റ് ആയിട്ട് ദൈവാലോചന പറഞ്ഞു. അതാണ് പ്രിയ ദൈവമക്കളെ, ദൈവം പറയുന്ന ആലോചനയെ നമ്മള്, ദൈവത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുമില്ല, ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാപിയാണെന്ന് വെച്ച് വീണ്ടും വീണ്ടും അകന്നു പോകാനല്ല, കർത്താവ് പറയുന്ന ആലോചന കേട്ട് മാനസാന്തരപ്പെട്ടു, ദൈവമേ അത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ദാവീദിനെ പോലെ മനസ്സലിവുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ ലംഘനം ക്ഷമിച്ചു തരാനും പാപം മറച്ചു തരാനും സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാല് ഒരിക്കലും ദൈവത്തിന്റെ ആലോചനയെ മറികടന്ന് ഒരിക്കലും പോകുവാൻ പാടില്ല. സ്തോത്രം, ആമേൻ. അതാണ് എന്റെ പപ്പയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം അദ്ദേഹം ചിന്തിക്കുന്നില്ല, വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു പക്ഷെ ആ സമയത്തൊന്നും ഏറ്റു പറഞ്ഞായിരുന്നെങ്കിൽ കർത്താവിന് ഒരു വിപത്ത് വരുത്തത്തില്ല. എങ്കിലും കർത്താവിന്റെ കരുണ അദ്ദേഹത്തോട് കൂടെ ഇരുന്നു. വീണ്ടും 5 വർഷം വീണ്ടും ജീവിക്കുവാൻ കർത്താവിന് ഇടയാക്കി. സ്തോത്രം. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇടയ്ക്ക്, മാനസാന്തരം കൊണ്ടുവരാൻ ഇടയാക്കി. പല പല വ്യതിയാനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുവാൻ ഇടയായി, ഒടുവിൽ സ്ഥാനപ്പെടുവാൻ വരെ. ആമേൻ, സ്തോത്രം. കാരണം അദ്ദേഹം ആ ഒരു പിശാച് ഇളകി ആ ഒരു മദ്യപിക്കുന്ന സമയത്ത് അദ്ദേഹം ബൈബിളുകൾ കത്തിക്കുമായിരുന്നു, ബൈബിളുകൾ വലിച്ചു കീറി കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ചുരുട്ടി അതിന്റെ അറ്റം കത്തിച്ചിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കുമായിരുന്നു ബൈബിള് വെച്ചിട്ട്. ആ പുക പോയ സ്ഥലങ്ങളിലെല്ലാം സ്ട്രോക്കായി. ആ മൂക്കിലൂടെ എല്ലാം ആണ് ട്യൂബിട്ട് ഫുഡ് കഴിക്കേണ്ടി വന്നത്. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അയ്യം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവമേ ഞാൻ നിന്നെ സ്വീകരിച്ചോളാം, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണോന്ന് ഇങ്ങനെ വിളിച്ചു കൂവി എന്റെ പപ്പ പറയാനിടയത്തു. പല സമയത്തും ഇങ്ങനെ വിളിച്ചു കൂവി പറഞ്ഞത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക, ഞങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക, ആള് കട്ടിലേക്ക് കിടന്ന് വിളിച്ചു പോകുന്നത്. ദൈവമേ യേശുവേ 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 എന്ന് പറയും, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്തു പോയ പാപം എന്നോട് ക്ഷമിക്കണേ, ഞാൻ മനസാന്തരപ്പെട്ടോളാ എന്നുള്ള ആ ഒരു നിലവിളി കർത്താവ് കേട്ടു. കാരണം 4 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ട്യൂബ് ഇടാനാണ് പ്ലാനെങ്കിൽ ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇൻഫെക്ഷൻ ആയിപ്പോവും, തൊണ്ട കീറി അകത്തൂടങ്ങാൻ എന്തെങ്കിലും ട്യൂബ് ഇട്ട് കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, അന്ന് ശബ്ദം പോകും, അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ആള് വളരെ ഭാരപ്പെട്ടു. ആള് പിന്നെയും ഇങ്ങനെ മാനസാന്തരപ്പെടാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണം. അങ്ങനെ പ്രസംഗമൊക്കെ ടിവിയിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ അവരെ പുച്ഛിക്കുന്ന രീതിയിൽ ഓരോന്ന് കമന്റ് അടിക്കുക, തമാശ പറയുക എല്ലാം കാണിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു വയ്യാഴികയിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് കസേര കൊണ്ടിരുത്തി പ്രസംഗം കേൾപ്പിച്ചു. പ്രസംഗം കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ ഞാൻ സൗഖ്യമാകണം, ഞാൻ ഈ പ്രസംഗം തീരുമ്പോൾ ഞാൻ ഒരു അടപ്പ് വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം ഇറങ്ങണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം തൊണ്ടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ട്യൂബ് നമുക്ക് മാറ്റാം. അങ്ങനെ അമ്മ 2 അടപ്പ് വെള്ളം കൊടുത്തു, പക്ഷെ ഇറങ്ങിയില്ല. പക്ഷെ പ്രസംഗം തീർന്ന് 3-ാമത്തെ ദിവസം ആയപ്പോൾ വീണ്ടും വെള്ളം കൊടുത്തു, അത് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. മനസ്സലിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ആ ട്യൂബ് മാറ്റുവാൻ ഇടയായി തീർന്നു, മാറ്റി. പക്ഷെ ആ സമയത്ത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ ഞങ്ങൾ കടന്നുപോയത്. കാരണം പപ്പ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു. എനിക്ക് 26-ാം തീയതിയാണ് എനിക്ക് നവംബർ 26-ാം തീയതി എനിക്ക് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ആരുമില്ല നമ്മളെ സഹായിക്കാൻ. കാരണം കൊറോണ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആരും നമ്മുടെ അടുത്ത് വരത്തില്ല, ബന്ധുക്കൾ ആരും വരത്തില്ല. ഞാനും ഉണ്ട്, എന്റെ ഹസ്ബൻഡും ഉണ്ട്. എന്നെ ഒരു ഓട്ടോയ്ക്കകത്ത് 26-ാം തീയതി ഓട്ടോയ്ക്കകത്ത് എന്നെ കയറ്റിയിരുത്തി ബാസ്കറ്റിനകത്ത് കുറച്ച് തുണിയും കയറ്റിയിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഓട്ടോ വിട്ടോ ചേട്ടാ, ഞാൻ പുറകെ വന്നോളാം. ഒരാള് ബൈക്കിലും വന്നു. അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ, അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടോണ്ടിരുന്ന ഡോക്ടർ ഇല്ല, പുള്ളിക്കാരി അങ്ങ് ട്രാൻസ്ഫർ ആയിപ്പോയി. അത് കൊറോണയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നതായിരുന്നു. അപ്പൊ ഷീബ ഡോക്ടറായിരുന്നു അദ്ദേഹം. പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇനി ആരോടാ ചോദിക്കുന്നത്. അവിടെയുള്ള ഗൈനക്കരോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഇയാൾക്ക് പെയിൻ ഒന്നും ഇല്ലല്ലോ, വീട്ടിൽ പൊക്കോ, ഞങ്ങൾ ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഇല്ല, ഓട്ടോ ഉള്ളത് പറഞ്ഞു വിടുകയും ചെയ്തു. നമുക്കാണെങ്കിൽ ആ സമയത്ത് പപ്പയുടെ കാര്യത്തിന് വേണ്ടി പൈസയൊക്കെ ചെലവാക്കി വളരെ ഒരു സ്ട്രഗിളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം കൊറോണ ആയതുകൊണ്ട് അത്രയ്ക്കത്തുള്ള ശമ്പളം ചാച്ചന് ലഭിക്കത്തുള്ളൂ. ഓൺലൈനിൽ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. എങ്കിലും ആ ഒരു പപ്പയുടെ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഒത്തിരി പൈസ അങ്ങനെ പോയി.
ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് തുണികളെല്ലാം കൈനറ്റിക്കിന്റെ സീറ്റ് പൊക്കി അതിലെല്ലാം നിറച്ചു വെച്ചു. അങ്ങനെ എല്ലാം ആ ഒരു ചെറിയൊരു ഓട്ടോയ്ക്ക് എത്തിക്കൊണ്ട് എല്ലാം അതിനകത്ത് കയറ്റി തിരിച്ച് ഞാൻ ആ കൈനറ്റിക്കിലാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എല്ലാരും അന്തം വിട്ട് നോക്കും, കാരണം എന്നെക്കാട്ടി വലിയ വയറ് അതും വെച്ചുകൊണ്ട് കൈനറ്റിക്കിൽ ഒരു കുട്ടി പോകുന്ന കാണുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കുക, എന്താ ഈ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇതുപോലെ ബൈക്കിൽ പോയിട്ട് ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ് ആക്സിഡന്റ് ആയി വീണു മരിച്ചുപോയി. കുഞ്ഞും അമ്മയും കൂടെ ആയിട്ട് മരിച്ചു. അപ്പൊ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക. എങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവം നീ അറിയുന്നു, അപ്പന്റെ കരത്തിലേക്ക് തരിക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നു. അതിന്റെ പിറ്റേ ദിവസം പപ്പയെ ഡിസ്ചാർജ് ആയി വീട്ടിൽ കൊണ്ടുവന്നു. 27-ാം തീയതി 26-ാം തീയതി വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ വീടുകളിലെല്ലാം ജോലിയെല്ലാം ചെയ്ത് എല്ലാം കാര്യങ്ങളെല്ലാം, കാരണം അമ്മയ്ക്ക് ടെൻഷൻ, അമ്മയ്ക്ക് അറിയാം എന്റെ ഡേറ്റ് അടുത്ത് വരുന്നു എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് എല്ലാം സെറ്റാക്കി. 27-ാം തീയതി രാവിലെ ആയപ്പോൾ എനിക്ക് ചെറിയൊരു വേദന തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു പെട്ടെന്നാവട്ടെ നമുക്ക് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞു. അമ്മ ഒരുങ്ങി, ചാച്ചനും ബീച്ചനും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്, ഞങ്ങൾ 3 പേരുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ പപ്പയെ ഏൽപ്പിച്ച് ആങ്ങളെ ഏൽപ്പിച്ചു. അവന് സിറിഞ്ചിനകത്ത് ചോറൊക്കെ അടിച്ച് കലക്കി കൊടുത്തോളാം, കുഴപ്പമില്ല അമ്മ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞു നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന സമയത്താണ് ആ ഡോക്ടർ അങ്ങ് പോയത്. ഡോക്ടർ പോയപ്പോ ഞാൻ പറഞ്ഞ എന്നാ ചെയ്യും, അതിനെ പറഞ്ഞ കുഴപ്പമില്ല ഡിസ്ചാർജ് എഴുതാന്ന് പറഞ്ഞു. എനിക്ക് ഡിസ്ചാർജ് എഴുതി. വൈകുന്നേരം ഒരു 7 മണി, 27-ാം തീയതിയാണ്, 27-ാം തീയതി ഒരു 6-7 മണി ആയപ്പോഴത്തേക്കിനെ ഡോക്ടേഴ്സ് വന്നു എന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പം അതിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലഡിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കാര്യമായിട്ട് എടുത്തു. അപ്പൊ ഡോക്ടേഴ്സ് അന്നേ പറയുന്നുണ്ട് ഇത് ഇൻഫെക്ഷൻ ആണ്, ഇതിന് വേണ്ട ചികിത്സ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ഉറപ്പായിരുന്നു കർത്താവ് അതിനകത്ത് ഒരു ഡെലിവറൻസ് അയക്കും എന്നുള്ളൊരു ഉറപ്പ് കൊണ്ട് നമ്മളൊരു പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട, ഭാരപ്പെടേണ്ട, കർത്താവ് അത് ഡീൽ ചെയ്യും, നിങ്ങൾ അത് ഭാരപ്പെടേണ്ട. ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ നിന്നു. ഇല്ല, കർത്താവ് അതിനകത്തൊന്നും ചെയ്തില്ല, കാരണം അത്രയ്ക്ക് മാരകമായ ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അത് കണ്ടപ്പോൾ, കാരണം അന്നേരം അത് മാറിയിട്ടില്ല, അതുകൊണ്ട് ഡോക്ടേഴ്സ് കണ്ടപ്പോൾ അവർ പറഞ്ഞു യോ പറ്റത്തില്ല, ഇത് ഇനി ഇവിടെ എടുക്കാൻ പറ്റില്ല, ഡെലിവറി ഇവിടെ പറ്റത്തില്ല, നേരെ മെഡിക്കൽ കോളേജിന് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ് കേട്ടപ്പോഴേ അമ്മ തകർന്നു. കാരണം 1 മാസമായിട്ട് ആള് മെഡിക്കൽ കോളേജിൽ നിന്ന് കയറി ഇറങ്ങി ആള് തകർന്നു നിൽക്കുക. കാരണം പപ്പയെ വിട്ടിട്ട് എന്റെ കൂടെ ട്രിവാൻഡ്രത്തേക്ക് വരണ്ടേ, ആ ഒരു ചിന്തയിൽ ആളങ്ങ് കരയാൻ അപ്പോഴത്തേനും ചാച്ചൻ എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നതാ, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന്. അപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു, ചാച്ച ഇതുപോലെ ഒരു വിഷയമുണ്ട്, നമുക്ക് മെഡിക്കൽ കോളേജിന് പോയേ പറ്റൂ, ആ ഇൻഫെക്ഷന്റെ കാര്യം, അത് സാരമില്ല, നമുക്ക് വിഷമിക്കണ്ട. അപ്പൊ ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിച്ചു, കുഴപ്പമില്ല കർത്താവ് പറഞ്ഞല്ലേ, അതിനകത്ത് വിഷയമൊന്നും ഇല്ലെന്ന്, പിന്നെ നമുക്ക് അതിനകത്ത് ഭാരപ്പെടുക വേണ്ട, മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ പോകാം. അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് ബുക്ക് ചെയ്ത് ചിക്കുമോനെ ആങ്ങളെ പപ്പയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 3 പേരും മെഡിക്കൽ കോളേജിലേക്ക് പോകാനിടയായി തീർന്നു. അതും രാത്രി ഒരു 10 മണി ആയപ്പോഴത്തേക്കിന് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയ സമയത്ത് എനിക്ക് പെയിൻ ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു അവിടം തൊട്ട് അടൂരിന്റെ ആ ഒരു പ്രദേശം മുതൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരെ എന്റെ അമ്മയും ഹസ്ബൻഡുമായിട്ടിരുന്ന് ചാച്ചനുമായിട്ടിരുന്ന് അന്യഭാഷ മാത്രം അവർ പറഞ്ഞത്, അന്യഭാഷ മാത്രം പറഞ്ഞു അങ്ങനെയിരുന്നു. സ്തോത്രം കർത്താവെ, ഈ കുഞ്ഞിനെ അമ്മയും ഞങ്ങൾക്ക് വേണം, കർത്താവ് അതിനകത്ത് യാതൊരു ആപത്ത് വരുത്തരുത് എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു അവിടം വരെ. കാരണം ഞാൻ വേദന എടുത്ത് പൊളയോ, അവർക്കറിയത്തില്ല ഇതിനകത്ത് ഡെലിവറി ആയി കഴിഞ്ഞാൽ ആരുമില്ല, ഒന്നുമില്ല, ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ ട്രിവാൻഡ്രത്ത് ചെന്നു എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. കൊറോണ ആയതുകൊണ്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റും, അമ്മയ്ക്ക് മാത്രം നിൽക്കാൻ പറ്റും. അമ്മ എന്നിട്ട് വിഷമിച്ചാ നിൽക്കുന്നത്, കാരണം ചാച്ചനോടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാശ്വാസമാണല്ലോ. അപ്പോഴാണ് ഹസ്ബൻഡ് ഒന്ന് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അകത്ത് കയറ്റി ജസ്റ്റ് ഒപ്പിടാൻ എന്തോ കയറ്റിയതാ, പിന്നീട് വെളിലോട്ട് വിട്ടില്ല ഭാഗ്യത്തിന്. അങ്ങനെ അവർ 2 പേരും മാത്രം ഉണ്ട് അവിടെ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വെളുപ്പിന് സമയമായപ്പോഴത്തേക്കിനും ഞാൻ ഡെലിവറി ആയി, നോർമൽ ഡെലിവറി കർത്താവ് തന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിന് ഡോക്ടർമാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൈ തളർന്നു പോകും, കാല് തളർന്നു പോകും, അതിന്റെ കണ്ണിന് ഇൻഫെക്ഷൻ വരും, അങ്ങനത്തെ ഉള്ള മാരകമായ ഇൻഫെക്ഷനാ. പക്ഷെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്റെ കർത്താവ് കുഞ്ഞിനെ മിടുക്കിയായിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് കർത്താവ് തന്നത്. അവൾക്ക് അളവിൽ കവിയുന്ന ബുദ്ധിയും സാമർഥ്യവും എല്ലാം എന്റെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് ഇടയാക്കി. സ്തോത്രം. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു, നവംബർ 28. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു, അന്നാ മോള് ജനിക്കുന്നത്. അപ്പൊ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു എന്റെ ബർത്ത്ഡേ, അത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ എന്ന് പറഞ്ഞു. കാരണം ആ ഒരു ഇൻഫെക്ഷന്റെ പേരിൽ അവിടെ ചെന്നതുകൊണ്ട് എനിക്ക് വളരെ ഹൈലി പ്രൊട്ടക്ഷനിലാണ് ഞാൻ ഡെലിവറി ആയത്. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അവിടെ അറ്റം വരെ ഡെലിവറി എടുത്തോണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഈ ഇൻഫെക്ഷന്റെ പേരിൽ ഞാൻ ചെന്നതുകൊണ്ട് എന്നെ ഐസൊലേറ്റഡ് ആക്കി, അവിടെ വളരെ സേഫ് ആക്കിയിട്ട് ആ ഡെലിവറി എടുക്കാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്റെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും നോക്കി യാതൊരു ഇൻഫെക്ഷനും ഇല്ല, നെഗറ്റീവ്.
അങ്ങനെ. അപ്പൊ ശത്രു ഭയങ്കരമായിട്ട് വലിയ കാര്യത്തിൽ ബലൂൺ ഊതി ഉറപ്പിച്ച പോലെ അവൻ ഓരോന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ കർത്താവ് അതിനെ നന്മയാക്കി തീർത്തു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് കടന്നു വരുന്നത്. അതിനുശേഷമാണ് പപ്പായ്ക്ക് ഇതുപോലെ 4 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ ട്യൂബ് എടുത്തു. ആള് ഓക്കെ ആയി. അങ്ങനെ പിന്നീട് ഞങ്ങൾ വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ ഞങ്ങൾക്കൊരു വഴി തുറക്കണം, അച്ഛനെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല, ടീച്ചറായിട്ട് പോകണ്ട, അപ്പൊ ഞങ്ങൾക്ക് ദൈവത്തിന്റെ വേല ചെയ്യണം. അത് നോർത്തിലെങ്കിൽ നോർത്തിലല്ലേ, കേരളത്തിലെങ്കിൽ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ വേല ചെയ്യണം എന്നുള്ളൊരു പ്രാർത്ഥന. ഞാൻ എന്നിട്ട് ചാച്ചനോട്, നമുക്ക് അങ്ങനെ ഹസ്ബൻഡിനോട് കയറി ഹിറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല, അല്ലെ ജോലി കളയ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് പുരുഷന്മാരാണ്, അവര് നമ്മളെ പോറ്റേണ്ടവരാവില്ല, അവർക്ക് അത്രത്തോളം ആകുല ചിന്തകളുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കഞ്ഞി കുടിക്കണോ, ഞാൻ കുടിച്ചോളാം, കുഴപ്പമില്ല. ഈ ഭാര്യമാർ ഓരോന്ന് നിർബന്ധിക്കുന്നല്ലേ പ്രശ്നം. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധിക്കാൻ വരത്തില്ല, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വേല ചെയ്യാം, ആ ജോലി അങ്ങ് വിട്ടേക്ക് എന്നിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കും. എങ്കിൽ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അതേ ഉള്ളൂ കേട്ടോ. പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഭാര്യമാരെ, ആന്റിമാരെ, എനിക്ക് പറയാൻ അതേ ഉള്ളൂ. നമ്മൾ ആ വിഷയം ദൈവസ്ഥാനത്തിൽ വെച്ച് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ കാര്യം നേരെ ചെന്ന് അവരോട് കാര്യം അവതരിപ്പിച്ചോളൂ. നമുക്ക് അതിന്റെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആമേൻ, സ്തോത്രം. അങ്ങനെയാണ് ബീജിനോട് പരിശുദ്ധാത്മാവ് നേരിട്ട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ആ ജോലി വിടണം, അങ്ങനെ ഇടപെടുവാൻ ഇടയായി തീർന്നു. അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, അത് വിട്ടേക്ക്, നമുക്ക് ദൈവത്തിന് വേല ചെയ്യാം, അതാ നല്ലത്. കാരണം ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് ദൂതന്മാർ കൊണ്ടുവന്നവർക്ക് വാതിൽ വെച്ച് ആഹാരം കൊടുത്ത്, വീട്ടിന്റെ വാതിക്കൽ വരെ ആഹാരം കൊണ്ടുവച്ച ചരിത്രങ്ങൾ നമ്മൾ ഒത്തിരി അഭിഷിക്തന്മാരിലൂടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊന്നും നമുക്ക് പേടിക്കാനില്ല, കർത്താവ് കരുതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വേലയ്ക്ക് ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും അപ്പന്റെ കരുതലിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ എന്റെ പൈതലിനെ അന്ന് 1.5 മാസം പ്രായമുള്ളപ്പോൾ അവളെ ഇങ്ങനെ ഒരു പാസ്റ്റർ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല കേട്ടോ, ഇവളൊരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കത്തില്ല എന്ന് അവളെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴും കുഞ്ഞിന്റെ സ്നാക്സ് ബോക്സ് ഉണ്ട്, അതൊരിക്കലും ഒഴിഞ്ഞിട്ടില്ല. അത് ഒഴിഞ്ഞു വരുമ്പോഴേ അത് നിറയ്ക്കാനുള്ളത് കർത്താവ് കരുതുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അതുപോലെ അവളുടെ ഫീസ്, സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഫീസ് എല്ലാം തക്ക സമയത്ത് കർത്താവ് അവിടുന്ന് ഒരുക്കി തരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമത്തിൽ മഹത്വപ്പെടട്ടെ, സ്തോത്രം. അങ്ങനെയാണ് ഞങ്ങള് പൂർണിയ എന്ന സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. പൂർണിയയിൽ ചെന്നു, അവിടെ ചെന്ന് ദൈവത്തിന്റെ വേല വളരെ ശക്തമായിട്ട് അവിടെ ഗ്രാമങ്ങളിലൊക്കെ പോകുവാനും ഒക്കെ ഇടയത്തുന്നു. ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വെളിച്ചെണ്ണയില്ല, അല്ലെങ്കിൽ കറിവേപ്പിലയില്ല, അങ്ങനെയൊക്കെയുള്ള ഫുഡ് മസാലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാൽ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതാണ്. കുഞ്ഞിനെ 8-ാം മാസമായപ്പോഴാണ് അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത്. അവള് ചെളിയിലും മണ്ണിലും കളിച്ച് ചിരിച്ച്, അത് ചാണകം മെഴുകിയ തറയിലാവട്ടെ എല്ലാവരും ഓടി നടന്ന് അവൾക്കൊരു ഇൻഫെക്ഷനോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകാൻ കർത്താവ് ഇടയാക്കിയില്ല. കാരണം ഞങ്ങൾ കൂടെ ഉള്ളവരൊക്കെ പറയാറുണ്ട്, കുഞ്ഞിനെ അങ്ങനെ വിടല്ലേ, അവളെ കുളിപ്പിക്കുക, ഒരു 5 വട്ടം കുളിപ്പിക്കുക. ഇല്ലില്ല, ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം അവള് ദൈവത്തിന്റെ വേല ചെയ്യേണ്ടവൾ, അവള് മിഷണറിയാണ്. അപ്പൊ ഒരിക്കലും അവളെ അങ്ങനെ എനിക്ക് പിടിച്ചു വെക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഗ്രാമത്തിൽ ചെന്നാല് ആളെ പിന്നെ കിട്ടത്തില്ല. അവിടെ ചെല്ലുമ്പോൾ നേരെ ദീദിമാരുടെ ഒക്കെ കൂടെ ആള് പോകും, അവിടെ അങ്ങനെ വട്ടം കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് നമ്മൾ പോരുമ്പോഴാളെ കിട്ടുന്നത്. അങ്ങനെ ആള് ജീവിച്ചത്. കുഞ്ഞ് അവിടെ അങ്ങനെയായിരുന്നു അവള് സെറ്റിലായത്. അവിടെ അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊക്കെ ഓരോ ദീദിമാരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോ അവര് അങ്ങനെ വൃത്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരാ. അവർക്ക് അതൊന്നും അറിയത്തില്ല. അവർക്ക് അങ്ങനെ വൃത്തിയായി നടക്കണമെന്നോ കുളിക്കണമെന്നോ അവർ കടുകെണ്ണയുണ്ട്, അത് നല്ലോണം ചൂടാക്കി ദേഹത്തെല്ലാം തേക്കും. ദേഹത്തെല്ലാം തേച്ചിട്ട് അവർ ഡ്രസ്സൊക്കെ ഇടുന്നു. അപ്പൊ ആ കടുകെണ്ണയുടെ ഒരു സ്മെല്ലും അങ്ങനെ എല്ലാം ഉണ്ട്. അവർക്കൊന്നും നമ്മളെ കെട്ടിപ്പിടിച്ച നമ്മളോട് സംസാരിക്കുന്നത്. കാരണം അത്ര സ്നേഹമാണ് അവർക്ക്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ. കാരണം നമ്മുടെ ഇവിടെ പാസ്റ്റർമാര് എന്ന് പറയുമ്പോൾ നമ്മൾ വാക്കുകളിലൂടെ പാസ്റ്റേഴ്സ് എന്ന് പറയും. പക്ഷെ അവിടെ പാസ്റ്റർ ജി എന്ന് ചിലൊരു ബയ്യാന്നായിരിക്കും വിളിക്കുന്നത്, ആങ്ങളെ ചേട്ടൻ എന്നുള്ള രീതിയിൽ. പാസ്റ്റർ എന്നൊന്നും വിളിക്കാൻ അറിയത്തില്ലെങ്കിൽ പക്ഷെ അതിനകത്ത് ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. സ്തോത്രം. ഒരിക്കലും നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഒരു മിനിസ്ട്രിയുടെ ഒരു ടേസ്റ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് വിട്ടുപിരിയാൻ പറ്റാത്തൊരവസ്ഥയാ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ റോഡുകൾ, നല്ല റോഡുകളില്ല, ചെളിയൊക്കെ ഉള്ള റോഡിലൂടെ ഒക്കെ നമ്മൾ നടന്നു പോകേണ്ടി വരും. പക്ഷെ എങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു മിനിസ്ട്രിയാണ് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ 3 വർഷക്കാലം കർത്താവിന്റെ വേല ചെയ്യുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഇതിൽ ചെയ്യുവാൻ കർത്താവിന് സഹായിച്ചു. അവിടെ ആയിരുന്നപ്പോഴും ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വേലയിൽ നിൽക്കുമ്പോൾ എന്തായാലും ഒരു പൈശാചിക മണ്ഡലത്തിന് ഒരിക്കലും നമ്മളെ മുന്നോട്ട് വിടാൻ അതിന് പറ്റില്ലല്ലോ. കാരണം അനേകർ രക്ഷിക്കപ്പെടുന്ന കാണുമ്പോൾ അത് ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് പല രീതിയിലുള്ള സ്ട്രഗിൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു അനുഭവം എനിക്ക് പറയാനാണെങ്കിൽ,
അവിടെ ആ സമയത്ത് ഞാൻ പാട്ട് പാടാന് അവിടെ ചെല്ലുമ്പോൾ ഹിന്ദി ഒന്നും എനിക്ക് വലുതായിട്ട് അറിയാത്തതുകൊണ്ട് കുറച്ചൊക്കെ പാട്ട് പാടി ജസ്റ്റ് കൊയറിലൊക്കെ നിന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അവിടുത്തെ ഒരു ആന്റി, അവിടുത്തെ പാസ്റ്റർ ആന്റി, മിനി ആന്റിയാണ്. ആന്റി എന്നോട് പറഞ്ഞു, ഹെലനെ വന്ന് ഇപ്പൊ ഒരു ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, അതിനൊന്ന് ജസ്റ്റ് ലീഡ് ചെയ്തേക്കാൻ പറഞ്ഞു, പാട്ട് ലീഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഹിന്ദിയിൽ ഞാൻ എനിക്കൊന്നും അറിയത്തില്ലോ കർത്താവ്, അങ്ങനെ പോയി ഞാൻ ലീഡ് ചെയ്തത്. പക്ഷെ കർത്താവ് എന്നെ സഹായിച്ചു, ദൈവം അവിടുന്ന് ചെയ്യുവാൻ എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളൊരു കൺവെൻഷന് കടന്നുപോയി. കൺവെൻഷന് പോയി അവിടെയും പാട്ട് പാടുവാനിടയായി. അവിടെ ഒരു പാട്ട് പാടി ഞാൻ ലീഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ വളരെ ഒരു ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന് വലിയൊരു പകർച്ച അവിടെ അനുഭവപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെ അന്യഭാഷ പറയാത്ത ചർച്ച ആയിരുന്നു അവർ, പക്ഷെ ഞങ്ങളിവിടെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം അവിടെ ഇറങ്ങി. അപ്പൊ അതിന്റെ ഒരാഴ്ച മുൻപ് നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകി. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ നോക്കുക, അവൾക്ക് 8 മാസം പ്രായത്തിലാണ് കൊണ്ടുപോയത്. അപ്പൊ അവള് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, കാര്യങ്ങൾ ചെയ്യാനാ, വേറെ ആരും ഒന്നും എടുത്തോണ്ട് പോകാൻ പോലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു അവിടെ വെച്ച്. അപ്പൊ അങ്ങനെ ഉണ്ടായ സമയത്ത് പെട്ടെന്ന് ഒരു പൈശാചിക ബന്ധനത്തിന്റെ ആ ഒരു സ്വാധീനം വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഒന്നുകിൽ ഇങ്ങനെ എന്റെ മനസ്സിനോട് മന്ത്രിക്കുക, നീ കുഞ്ഞിനെ കൊല്ലണം, നീ എന്നിട്ട് ആത്മഹത്യ ചെയ്യണം, നീ കുഞ്ഞിനെ കൊല്ലണം. അങ്ങനെയുള്ള, കാരണം അതിന്റെ പിറകിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞിനെ ചെന്ന് ഫീഡ് ചെയ്യുമ്പോൾ, നമ്മൾ മിൽക്ക് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ബ്രസ്റ്റ് ഫീഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഫേസ്ബുക്കിന്റെ വീഡിയോസ് എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് റീൽസ് പോലെ കാണുന്ന സമയത്ത് അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പോസ്റ്റ് പാർട്ടം സിംറ്റംസ്, അതായത് പ്രസവശേഷം വരുന്ന ഡിപ്രഷൻ, അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അത് ഒരെണ്ണം കണ്ടാൽ മതി, പിന്നെ കുറെ ആ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കഷ്ടം, ദൈവമേ എന്ത് ചെയ്യാനോ, അങ്ങനെ നമ്മൾ കഷ്ടം എന്ന് പറയുന്നത് കാണുന്നേ, അമ്മ കുഞ്ഞിനെ കൊന്നു. ആ പിശാചിന്റെ സ്വാധീനം അത്രത്തോളം എനിക്ക് യവനക്കാരോട് എനിക്കതാ പറയാനുള്ളത്. സ്തോത്രം, നമ്മൾ കാണുന്ന കണ്ണിലൂടെ ആ ഒരു സ്പിരിറ്റ് നമ്മളിലേക്ക് വ്യാപരിച്ച് നമ്മളിൽ നിന്ന് ആ ഒരു സംഭവത്തെ പുറത്തു വരാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അഭിഷേകത്താൽ വെട്ടണം, അതിനെല്ലാം അഭിഷേകത്താൽ വെട്ടിയെങ്കിലേ നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അപ്പോഴെനിക്ക് പിടികിട്ടി ഇത് എവിടെ നിന്നാണ് സ്പിരിറ്റ് വരുന്നതെന്നുള്ളത് പിടികിട്ടി. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് ചെന്ന് കട്ടിലെ പോയിരുന്നു, ഇങ്ങനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈശോവന്റെ നാമത്തിൽ നിന്ന് ഇട്ടുപോകും, ഒരിക്കലും നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ല. കുറെ നീ നോക്കി പ്ലാൻ ചെയ്തു, പക്ഷെ അതിലൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് പോയി. അന്ന് അതിന്റെ പിറ്റേ ആഴ്ചയാണ് എന്നെ ഈ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കാനിടയായത്. അതാണ് നമ്മളെ ഒരു പദ്ധതിയിലേക്ക് കർത്താവ് എവിടെയോ ഒരു ശുശ്രൂഷയിലോ അടുത്ത ലെവലിലേക്ക് കയറ്റുമ്പോൾ അതിന് മുൻപായിട്ട് ഭയങ്കരമായ ഒരു സ്ട്രഗിൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ അതിനെ തിരിച്ചറിയാനുള്ള ഒരു അഭിഷേകം നമ്മൾ പ്രാപിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഘടകമാണ്. അങ്ങനെ ഞാൻ ആ ചർച്ചിൽ നിന്ന് ഇത് ടെസ്റ്റ് മണി പറഞ്ഞു. ഞാനിത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനൊരു ആത്മഹത്യ ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവം ഉണ്ടായി, എന്നാലും കർത്താവ് അവിടുന്ന് രക്ഷിച്ചു, കർത്താവിന്റെ അഭിഷേകം കൂടെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് മണി പറഞ്ഞതിന് ശേഷമായിട്ടൊരു മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദീദിയുടെ ടെസ്റ്റ് മണി ഞാൻ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കും ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ആ ദീദിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ തോന്നിയില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. കർത്താവേ സ്തോത്രം, അപ്പൊ ഇതിനോട് ദൈവം ഇടപെട്ടല്ലോ, ആ ഒരു ടെസ്റ്റ്മെന്റിനോട് ദൈവം അവിടുന്ന് ഇടപെട്ടല്ലോ എന്നുള്ള വളരെ സന്തോഷം എനിക്കുണ്ടായി. അങ്ങനെ ഒരുപാട് ശുശ്രൂഷയിൽ നമ്മളെ ഒത്തിരി അവിടെ, കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ, നമുക്കൊന്നും പ്രാപിക്കാൻ അവിടെ ഇല്ല, നമുക്കൊരു കൂട്ടായ്മകളൊന്നുമില്ല, എല്ലാം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാപിക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു മെത്തേഡേ അവിടെ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഒരു 3 വർഷക്കാലം കർത്താവ് അവിടെ നിൽക്കുവാനിടയാക്കി. അത് കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഡോറുകൾ ഓപ്പൺ ആവുന്നില്ല. വളരെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകും. കർത്താവ് എന്ത് ചെയ്യുന്നതാ, എന്താ ഇനി നെക്സ്റ്റ് എന്താ, ഇങ്ങനെ പോകാനല്ലല്ലോ ഞങ്ങൾ ജോലി വിട്ടത്, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കാനല്ലല്ലോ കർത്താവെ, എന്താ ചെയ്യുന്നത് നെക്സ്റ്റ്, ഞങ്ങൾ തിരിച്ചു പോകണം. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ ഒരു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രിയിലേക്ക് ഒരു വാതിൽ തുറക്കുന്നതിന് മുൻപായിട്ട് ഈ വർഷത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഒരു ഡിപ്രഷനിലൂടെ ഞാൻ കടന്നു പോകാനിടയിൽ തീർന്നു. അത് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ വിശ്വാസികളായി ദൈവത്തെ അറിഞ്ഞു, നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിൽ കുടുങ്ങിക്കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ പ്രൗഡായിരിക്കാം, നമ്മുടെ അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, അല്ലെ അസൂയായിരിക്കാം. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ നമ്മളിൽ എവിടെയെങ്കിലും
കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഒരു പർപ്പസിലേക്ക് കയറ്റി വിടുന്നതിന് മുൻപായിട്ട് അതെല്ലാം അടിച്ച് കലക്കി ശുദ്ധീകരിച്ച് ഒരു പുതിയ പാത്രമാക്കി മെനഞ്ഞേ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. അതെന്റെ അനുഭവം കൊണ്ടാണ് പ്രിയ മക്കളെ ഞാൻ പറയുന്നത്. കാരണം എന്റെ ഹസ്ബൻഡ് ഒരു മെസ്സേജ് എടുക്കാനിടയിൽ തീർന്നു ചർച്ചിൽ, പൂർണിയ ചർച്ചിൽ. ഒരു മത്സ്യം നമുക്ക് നല്ല ഫ്രഷായി കുക്ക് ചെയ്ത് ഒരാളുടെ മുൻപിൽ വിളമ്പണമെങ്കിൽ അത് കൊണ്ടുവന്ന് വെറുതെ വാല് കണ്ടിച്ചു, അതിന് ചിറക് കണ്ടിച്ചു, അതിന് ചെതുമ്പല് കളഞ്ഞു വൃത്തിയാക്കി ഒരിക്കലും നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അതിന്റെ വയറ് കീറി ഉള്ളിലുള്ള വേസ്റ്റ് കളയണം. സ്തോത്രം, ഹല്ലേലൂയ. അതന്നെ എനിക്ക് ഇപ്പോൾ എന്നെ ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കാതെ ഞാൻ പറയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എന്ത് കാര്യങ്ങളാണോ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന് വിരുദ്ധമായത്, ദൈവ പദ്ധതിക്ക് വിരുദ്ധമായത്, അതിനെ ദൈവം ഏതെങ്കിലും സാഹചര്യത്തിലൂടെ എടുത്തു പുറത്ത് കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് പിന്നീട് നമ്മളെ ആ മത്സ്യം വരയുന്നത് പോലെ വരഞ്ഞ് മസാലയെല്ലാം തേക്കുമ്പോൾ നല്ല വേദനയായിരിക്കാം. ആ മസാലയെല്ലാം തേച്ച് എല്ലാം കഴിഞ്ഞ് വളരെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും. മറ്റുള്ളവർ മുൻപിൽ നമുക്ക് വിളമ്പാൻ, ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ വിളമ്പാൻ തക്ക പാകമായി നമ്മളെ കർത്താവ് ഒരുക്കിയെടുക്കും. അതേ ഒരു അവസ്ഥയായിരുന്നു പ്രിയ. 2-3 മാസം ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് കടന്നുപോയി. എനിക്കറിയത്തില്ല കർത്താവ് എന്താ ദൈവമേ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ വളരെ ഒരു ഹല്ലേലൂയ, സ്തോത്രം, ഭയങ്കര ഞെരുക്കത്തിലൂടെ കടന്നു പോയി. ദൈവമേ എന്താന്ന് ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ചോദിക്കുന്നുണ്ട്, പക്ഷെ അറിയത്തില്ല. പക്ഷെ ആ സമയങ്ങളിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. കാരണം ഇന്നർ ഹീൽ ആക്കുന്നത് എങ്ങനെ, ഒരാളുടെ ആന്തരിക മുറിവുകളെ എങ്ങനെ ഉണക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരുപാട് കർത്താവ് എന്നോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവവചനത്തിനല്ല. നമ്മൾ ചിന്തിക്കും പ്രാർത്ഥിക്കാൻ മടിയോ, പ്രാർത്ഥിക്കാൻ വയ്യ കർത്താവ്, ഇങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. പക്ഷെ പ്രാർത്ഥിക്കാൻ മടിയുള്ളവർ പ്രാർത്ഥിച്ചേ പറ്റൂ, പ്രാർത്ഥിച്ചേ അതിനുള്ള പരിഹാരം ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവവചനത്തിനെ നമ്മുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ ഒരു മനുഷ്യനോട് സംസാരിക്കാം. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ഫോൺ കോൾ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ആ ഡിപ്രഷനിലേക്ക് ആഴ്ന്നിറങ്ങും. പക്ഷെ ദൈവവചനത്തിന്റെ കൂടെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ ആ ഒരു ദൈവശക്തി നമ്മളുടെ എപ്പോഴും അങ്ങനെ വ്യാപരിച്ച് അത് ആന്തരിക സൗഖ്യമായി ഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ അനുഭവത്തിലൂടെ വന്ന കാര്യമാണ്. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. എന്റെയൊക്കെ കുറവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വേലക്കാരായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ കുറവുകൾ ആരോടും പറയാൻ പറ്റത്തില്ല, മോശമല്ലേ. അങ്ങനെ വെക്കുന്തോറും അതൊരു ക്യാൻസർ പോലെ ഇരുന്ന് അത് വളരെ പഴുത്ത് വ്രണമായി നമ്മളെ തന്നെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരുവനോട് പാപം ഏറ്റു പറഞ്ഞു തമ്മിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വളരെ വിടുതൽ അതിന്മേൽ വ്യാപരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ അപ്രകാരമാണ് പറയുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ അനേകരെ വിളിച്ച് സംസാരിക്കുകയും എനിക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അങ്ങനെ സംസാരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ തിരിച്ചു പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ഒരു തീച്ചൂളയുടെ അനുഭവത്തിൽ ഒരു പണിയിലൂടെ, ഒരു കുഷവന്റെ കയ്യിൽ ഒരു ഉടഞ്ഞ പാത്രം അവൻ എങ്ങനെ പണിതെടുക്കുന്നു ആ ഒരു പണിയിലൂടെ കർത്താവിനെ പുറത്തെടുക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല ഇനി പിന്നീട് അങ്ങനെയുള്ള ആൾക്കാർ എന്റെ മുൻപിൽ വരുമ്പോൾ, അല്ലെ ഫാമിലീസ് വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള യൗവനക്കാർ എന്റെ മുൻപിൽ അവരോട് സംസാരിക്കാനും അവരോട് ഉപദേശിക്കാനും കർത്താവ് എന്നെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്നാൽ ദൈവം അതിൽ നല്ല എന്നെ വിടുവിച്ചു. കാരണം വലിയൊരു പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുപോവുക അതുകൊണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഭവനത്തിൽ, അതായത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഭവനം, ഈ ഭവനത്തിലേക്ക് വരുവാൻ ഒരിക്കലും ആഗ്രഹിച്ച സ്ഥലമല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്നേ ചിന്തിച്ചില്ല. കാരണം വല്ലാത്തൊരു ഇവിടെ ഒരു സാഹചര്യം മോശമായിരുന്നു. ഞങ്ങളുടെ പപ്പയുടെ ഒക്കെ ഒരു സാഹചര്യം മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണം ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ കർത്താവിന്റെ പദ്ധതി നിങ്ങൾ ഇവിടെ വരണം. നമ്മൾ ചിന്തിക്കും നമുക്കത് ഇഷ്ടമല്ല, പക്ഷേ കർത്താവ് ഇഷ്ടമല്ല എന്നുള്ള സാധനങ്ങളെ തെരഞ്ഞെടുക്കത്തുള്ളൂ, അതിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതങ്ങനെയാ, അത് ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാ. ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ പോയാൽ മതി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ജോസഫിന് കാരാഗൃഹത്തിൽ വീഴേണ്ടി വരത്തില്ലായിരുന്നു, പൊട്ടക്കിണറ്റിൽ വീഴേണ്ടി വരത്തില്ല. അവന്റെ ഇഷ്ടമുള്ള വഴി കൂടെ കർത്താവ് സേഫ് സോണിലൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ. അങ്ങനെയല്ല ദൈവമക്കളെ, നമ്മളെ ഇഷ്ടമല്ലാത്ത വഴികളിലൂടെ ഒക്കെ ഞെരുക്കത്തിലൂടെ ഒക്കെ കൊണ്ടുപോയി കർത്താവ് ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അത് പക്ഷെ വളരെ വലിയ ബ്ലെസ്സിങ് ആയിരിക്കും കേട്ടോ. ഒരിക്കലും അത് തിന്മയ്ക്കല്ല, അത് വളരെ നന്മയ്ക്കാണ്. ആമേൻ, സ്തോത്രം. ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും, അവളെ സ്കൂളിൽ വിടണം, 5 വയസ്സായി, അങ്ങനെയെല്ലാം ഭാരത്തോടെ. കാരണം ഞങ്ങൾക്ക് നോർത്തിലോട്ട് പോയെങ്കിലേ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ, ഇവിടെ നിൽക്കും തീരുമാനമായെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ് കർത്താവ് വളരെ ശക്തമായിട്ട് ഞങ്ങളോട് ഇടപെട്ടു ഈ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി ഇടപെട്ടു. ഞങ്ങൾ അവിടുന്ന്
ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ അതിന് മുൻപായിട്ടാണ് ഒരു ദർശനത്തിൽ ഞാൻ കുഞ്ഞിന്റെ ഒരു യൂണിഫോം കാണുവാൻ ഇടയായി തീർന്നു. ദൈവമേ, അത് എവിടുത്തെ യൂണിഫോമാ? ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടത്തെ പരിസരമുള്ള 2-3 സ്കൂളുകളിൽ പോയി തിരക്കിയപ്പോഴത്താണ് ലാസ്റ്റ് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു യൂണിഫോമാ. ആ യൂണിഫോം കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൺഫർമേഷൻ ആയി, കർത്താവ് ഇവിടെ ഒരു അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് കൺഫർമേഷൻ ആയി. അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുക്കാനുള്ള സാമ്പത്തികം എല്ലാം എന്റെ കർത്താവ് ഇവിടുന്ന് ഒരുക്കി തന്നതാ കേട്ടോ. ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തതല്ല. ആ തക്ക സമയമായപ്പോ കർത്താവ് ഓരോരുത്തരെയും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. അതിനുശേഷം ഞാൻ ഭയങ്കര അവിടെ നിന്നപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ നിന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച ദൈവമേ, കുഞ്ഞിനെ ഒന്ന് VBS വിടണം. കാരണം കുഞ്ഞിലേ മുതലേ അവരുടെ ഹൃദയത്തിൽ വീഴുന്ന വചനങ്ങളൊന്നും നശിച്ചു പോകത്തില്ല. അവരിനി എത്ര തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞാലും കുരുത്തക്കേടൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വീണ വിത്ത്, ഓ ജീസസ്, അത് പൊട്ടി മുളച്ചിരിക്കും. അത് ഏത് പ്രതിസന്ധിയിൽ പോയാലും ആ വചനം എന്ന വിത്ത് മുളച്ച് അവരെ ആ പ്രതികൂലത്തിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് കുഞ്ഞിലെ, അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. കാരണം ബാലനായിരിക്കുന്ന സമയത്ത് ഈ വചനം അങ്ങോട്ട് വിത്ത് വിതച്ച് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഭാരം, കർത്താവെ അവിടെ ഒരു VBS ഇവിടെ നാട്ടിൽ ഞങ്ങൾ അങ്ങനെ VBS വിട്ടിട്ടില്ല. ആ ഒരു ഭാരത്തോട് ഇരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് 2ാമത്തെ ദിവസം താഴത്തെ ഒരു ആന്റി എന്റെ അടുത്ത് പറഞ്ഞു, മോളെ ഒരു നോട്ടീസ് കൊണ്ടുവരുമോ, മോളെ കുഞ്ഞിനെ ഒരു VBS വിടാമോ ഞങ്ങളുടെ ചർച്ചില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ സ്തോത്രം. അതിനൊന്നും ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ വിടാം. കാരണം ഉള്ളിൽ ആ ഒരു സന്തോഷം, കർത്താവേ അങ്ങനെ പ്രാർത്ഥന കേട്ടു. ഞാൻ പറഞ്ഞു വിടാം ആന്റി, അപ്പം മോളും കൂടെ വാ, വന്ന് പഠിപ്പിക്കാനും കൂടെ കയറാം. ഞാൻ പറഞ്ഞു ശരി വരാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ ചർച്ചിൽ പോയി 3 ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ടു. VBS നടന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അതിൽ സീനിയേഴ്സിനെ പഠിപ്പിക്കാൻ കർത്താവ് അവിടെ ഇടയാക്കി. അങ്ങനെ ആ VBS ശേഷമായിട്ട് അപ്പൊ അവിടെ ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം പുതിയ ആളല്ലേ, കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങ് പോരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഒരു 7 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാനും കൂടെ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു കുടുംബമായിട്ട്. ആ സമയത്ത് ഈ ബോർഡ് അവിടെ ആ ഫാസ്റ്റിംഗ് പ്രെയറും ആ ചർച്ചിൽ തന്നെ, സെയിം ചർച്ചിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രെയറിന് ചെന്നു. ഫാസ്റ്റിംഗ് പ്രെയർ ചെന്നപ്പോഴത്തേനും അവിടെ നമ്മൾ വചനം വായിച്ചു കൊടുക്കാൻ, പ്രസംഗം നടക്കുമ്പോൾ വചനം വായിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ വചനം വായിച്ചപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ വചനം വായിച്ചപ്പോഴും സിസ്റ്ററെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് VBS വന്നാൽ ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക ഹസ്ബൻഡ്? ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കേട്ട ഒരു വാഗ്ദത്വം ഉണ്ടായി. ഞങ്ങൾ 2-3 ദിവസത്തിലൂടെ കേട്ടൊരു വാഗ്ദത്വമായിരുന്നു. ഛത്തീസ്ഗഡ് എന്നുള്ളൊരു വാഗ്ദത്വം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഫാസ്റ്റിംഗ് പീരീഡ് ലാസ്റ്റ് ഡേയിൽ അദ്ദേഹം പറഞ്ഞു, ലാസ്റ്റ് ഡേയിൽ നമുക്ക് കണ്ട് സംസാരിക്കാം, ഓക്കെ പറഞ്ഞു പോയതാ. ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ വേർഡ് വീണ്ടും കേൾക്കുവാൻ ഇടയായി തീർന്നു. കാരണം അദ്ദേഹത്തിന് ഛത്തീസ്ഗഡിൽ ചർച്ച ഉണ്ട്, പിന്നെ ഇവിടെ ഹിന്ദി ചർച്ച നടത്തുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കുറച്ചുനാൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അത് ദൈവഹിത പ്രകാരം ആണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. ദൈവം അവിടുന്ന് സംസാരിച്ചു, ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ, മല്ലപ്പള്ളിയിൽ തന്നെ ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഇടയിൽ തീർന്നു. പക്ഷെ അവിടെ ഞങ്ങൾ കുറച്ചുനാൾ പോയെങ്കിലും പായിപ്പാട് എന്നുള്ള സ്ഥലമാണ് പിന്നെയും കർത്താവ് ഓർപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പായിപ്പാട് ചെന്ന് അവിടെ ഒരു ചെറിയ ഹോൾ എടുത്ത് അവിടെ ഞങ്ങൾ ചെറിയ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴൊക്കെ പറയുന്നുണ്ട്, കർത്താവെ ഇവിടെയുള്ള ഈ ദേവദാസന്മാര്, ഇവിടെയുള്ള ഈ പയ്യന്മാര്, അവർക്ക് വേണ്ടിയൊക്കെ ആരാ നിൽക്കുന്നേ, ഇവിടെ നിന്നാ അവർക്ക് വേണ്ടി നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള ചിന്ത എന്റെ മനസ്സിലോട് വരുന്നുണ്ട്. പക്ഷെ ഒരു കൺഫർമേഷനിലോട്ടോ സംസാരിക്കാൻ നമുക്കൊന്നും തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഹോൾഡിംഗ് ദ റോപ്പ് എന്ന് പറഞ്ഞൊരു മീറ്റിങ്ങിന് നമ്മൾ പോയപ്പോഴും അവിടെ ഒരു പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഒറീസയും ബീഹാറും ഛത്തീസ്ഗഡും എല്ലാം ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അതിന് കുറെ കൺഫർമേഷനിലൂടെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ വേല പായിപ്പാട് എന്ന ദേശത്ത് ആരംഭിക്കാൻ ഇടയായി തീർന്നു. ഒരു ചെറിയൊരു ചർച്ചായിട്ട് തുടങ്ങി. എന്നാൽ ആ ചർച്ച ഇപ്പോൾ ഈ ന്യൂ ഇയറിന്റെ ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് സൺഡേയിൽ ഒരുപാട് ആളുകൾ കടന്നു വെച്ച് കഴിഞ്ഞാൽ ഹാള് മൊത്തം നിറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അറിയാം അടുത്തൊരു ഹാള് ഒരുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് വിശ്വാസമാണ്. സ്തോത്രം. കർത്താവ് അവിടെ നിന്ന് ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ ഈ മിനിസ്ട്രി ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ആവർത്തനം 10-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില് അവൻ അനാഥർക്കും വിധവമാർക്ക് ന്യായം നടത്തി കൊടുക്കുന്നു, പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ, നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ എന്നുള്ള ആ ഒരു വചനം, ആവർത്തനം 10-ന്റെ 18 മുതലുള്ള ആ വചനം,
ഹല്ലേലൂയ. അത് എന്നോടും ഈശനോടും ചാച്ചനും ഇതുപോലെ പ്രാർത്ഥന ലെവിറ്റിക്കസിൽ നിന്ന് സംസാരിച്ചു. അങ്ങനെ പരദേശിയെ സ്നേഹിക്കുക എന്നുള്ളത് കർത്താവ് സംസാരിച്ചു. കാരണം ഈ ലോകത്തിന് അറ്റത്തോളം മലയാളികളുണ്ട്, എവിടെ ചെന്നാലും മലയാളികളുണ്ട്. നമ്മളെല്ലാവരും പരദേശികളായി പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്തും പരദേശികളായി വന്നിരിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക, അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുക. കാരണം അവരുടെ എല്ലാ ക്രിമിനൽ സ്വഭാവങ്ങളെയും മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും, നമുക്ക് കഴിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് സകലതും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരിലൂടെ ഇടപെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാൻ വീണ്ടും കൺസീവ് ആണ്, 3 മാസം കഴിഞ്ഞു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനി ശക്തമായി ഒരിടത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനല്ല, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരാളെ ഒരുക്കി തരണം, ഇത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്തടുത്ത് പോകണം. അങ്ങനെ ഓടി നടന്ന് ദൈവത്തിന്റെ വേല ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട്. അതുപോലെ പരസ്യയോഗങ്ങൾ ഇവിടെ പായിപ്പാടിന്റെ ദേശത്ത് രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ബീഹാർ, നോർത്ത് ഇന്ത്യ പോലെ തോന്നും. അതുപോലെ ആൾക്കാരാ, ഹിന്ദിക്കാർ വന്ന് നിറഞ്ഞു നിൽക്കുക. അവർ ജോലിക്ക് പോകാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാ. അപ്പൊ അവിടെ ചെന്ന് നിന്ന് ഞങ്ങൾ ഒരു പരസ്യയോഗം നടത്തി. അപ്പൊ അവർക്കത് കേട്ടേ പറ്റൂ, പാട്ടാണെങ്കിലും പ്രസംഗം അവർ കേട്ടേ പറ്റത്തുള്ള അവസ്ഥയിൽ യേശു എന്നുള്ളൊരു വാക്കെങ്കിലും അവരുടെ ഹൃദയത്തിൽ വീണ് കഴിക്കാം, അവരത് തേടി വന്നെങ്കിലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പരസ്യയോഗം നടത്തിയിട്ട് ട്രാക്ട് കൊടുക്കും. ട്രാക്റ്റിൽ ഞങ്ങളുടെ നമ്പറാണ് കൊടുത്തേക്കുന്നത്. അപ്പം കോൺടാക്ട് ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുപാട് ആവശ്യമുണ്ട്. കർത്താവ് അതെല്ലാം ഒരുക്കി തരേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഇനിയും അനേകമായി പ്രയോജനപ്പെടും. കർത്താവിനെ സഹായിക്കട്ടെ, ഞങ്ങളുടെ തലമുറകളെയും കർത്താവിനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി അവർ നിൽക്കട്ടെ എന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ അവസരം ഒരുക്കി തന്ന പ്രിയ ജോയ്സ് ടിവിയിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പാസ്റ്ററിനും ആന്റിക്കും എല്ലാം കർത്താവ് ദൈവനാമത്തിൽ അവിടെ നന്ദി പറയുന്നു. ഇവിടെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹെലനെ, കർത്താവ് സഹായിക്കട്ടെ. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുവാനുള്ള ദൈവത്തിൻ്റെ വചനം പ്രകാരം യൗവനത്തിൽ കർത്താവിനെ അറിയുവാനും യൗവന രക്തം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും പ്രിയ ഹെലനെ കർത്താവ് പിന്നെയും ബലപ്പെടുത്തട്ടെ. അനേകർ ഹല്ലേലൂയ പരദേശികളായി പാർക്കുന്നവരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങളെ കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പമായിരുന്നതിൽ നന്ദിയുണ്ട്. കർത്താവ് പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹെലൻ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. മഹാപരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പൊ നല്ല സമയത്തിന് അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, അങ്ങയുടെ സാക്ഷ്യവുമായി കർത്താവ് അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുവാൻ അപ്പാ, ഹല്ലേലൂയ, അങ്ങയുടെ ഉപകാരങ്ങളെ ധ്യാനിക്കുവാൻ തക്കവണ്ണം എന്നെ അപ്പൻ അവിടുന്ന് സഹായിച്ചവൻ കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, അടിയനെ കേട്ട എല്ലാ കർത്താവ് ശ്രോതാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ആർക്ക് ഏതൊക്കെ അവസ്ഥയിലായിരിക്കുന്നു എന്റെ സ്വർഗ്ഗം അവിടുന്ന് അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഹൃദയങ്ങളോട് ഇടപെടണമേ കർത്താവെ. മുറിഞ്ഞും തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളോട് എന്റെ സ്വർഗ്ഗം അവിടുന്ന് ഇടപെടുമാണെന്ന് പ്രാർത്ഥിക്കുന്നു യേശപ്പ. ഹല്ലേലൂയ. ദൈവമേ, അവരെ പണിതെടുക്കണമേ. ഹല്ലേലൂയ. നല്ല പാത്രമാക്കി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീർക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു യേശപ്പ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവന്റെ കരുത്തിലേക്ക് എല്ലാ യൗവനക്കാരെയും കർത്താവെ, എല്ലാ കർത്താവെ സഹോദരിമാരെയും കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക നാഥാ. കർത്താവെ, പ്രിയ ഹല്ലേലൂയ ജോയ്സ് ടിവി ചാനൽ കർത്താവെ, ഹല്ലേലൂയ, പ്രിയ അഭിഷിക്തനെ ആന്റിയൊക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദേവാസി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേക അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഈ ചാനലിലൂടെ പുറത്തു വരുവാനും അനേകർ ഇത് കേട്ട് മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, കർത്താവെ ആശ്വാസം കണ്ടെത്തുവാൻ ഈ ചാനലിനെ ഇനി ഉപയോഗിക്കണേ എന്ന് കർത്താവെ അടിയൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു യേശപ്പ. അപ്പൊ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. സ്വർഗ്ഗം പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്ര സകല യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.